यो अन्तःप्रविश्य मम वाचमिमां प्रसुपतां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं. ശ്രീമദ് ഭാഗവതം അതിലെ ചതുർത്ഥസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചതുർത്ഥസ്കന്ധത്തിൻ്റെ ലക്ഷണം ഓർമ്മയുണ്ടോ? എന്താ തിരുമേനി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, ഇത് പരീക്ഷയൊന്നും അല്ലല്ലോ. ശരി. വിസർഗം ആണ്, വിശേഷണമുള്ള സൃഷ്ടി, അതാണ് വിഷയം. ചോദ്യം ഞാൻ ചോദിക്കുന്നേ ഉള്ളൂ, ഉത്തരം പറയണം നിർബന്ധമൊന്നുമില്ല. ഇനി പറഞ്ഞില്ല ചെണീപ്പിച്ച് നിർത്തുക, അങ്ങൊന്നുമില്ല, പേടിക്കണ്ട. പക്ഷേ നമ്മളുടെ ഒരു ചോദ്യം ഉണ്ടാവണം, ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ എന്നൊരു തോന്നലുണ്ടാവാൻ വേണ്ടിയാണ് ഈ ചോദിക്കുന്നത്, അത്രയേ ഉള്ളൂ. അധികം പേരൊന്നും ഇത് കേൾക്കാനൊന്നും വരാറില്ല. വരുന്ന അധികം പേരിതൊന്നും അങ്ങനെ ആവരുതല്ലോ. അപ്പം വരുന്നത് ശ്രദ്ധിക്കാത്തവരായാൽ കഴിഞ്ഞില്ലേ കഥ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഏത് പ്രതിസന്ധിയിലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ എളുപ്പത്തിൽ തരണം ചെയ്യാൻ സാധിക്കും. അതിനാണ് ഇതൊക്കെ പഠിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചു, ജീവിതത്തിൽ പരാജയമാണെങ്കിൽ പിന്നെ എന്ത് കാര്യമാണ്? അങ്ങനെ ഉണ്ടാവില്ല എന്നർത്ഥം. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ അവർക്ക് പരാജയം ഉണ്ടാവില്ല. അതിനാണ് ഇതൊക്കെ വർണ്ണിക്കുന്നത്. വിസർഗം, വിശേഷണമുള്ള സൃഷ്ടിയാണ് വർണ്ണിക്കുന്നത്. സ്കന്ധത്തിൻ്റെ ലക്ഷണം വിസർഗം എന്നാണെങ്കിലും ഈ 4 കഥകൾ അതിൽ വർണ്ണിക്കുക. നേരത്തെ നമ്മൾ കേട്ടു. ആദ്യം ദക്ഷചരിത്രം, പിന്നെ ധ്രുവചരിത്രം, പിന്നെ പൃഥുചരിത്രം, പിന്നെ പുരഞ്ജനോപാഖ്യാനം. പുരുഷാർത്ഥങ്ങൾ 4 എന്നാണ് പറയുക. ശരിക്കും ഒന്നേ ഉള്ളൂ, പരമപുരുഷാർത്ഥം മോക്ഷം. അത് നമുക്ക് നേടാൻ ഉള്ളൂ. ഇനി വാസ്തവത്തിൽ നേടേണ്ടതാണോ ഉള്ളത് ചോദിച്ചാൽ അല്ല, അതൊക്കെ ഇനി ഏകാദശത്തിൽ പറയും. പക്ഷേ ഇപ്പം നമ്മൾ സാധാരണക്കാരല്ലേ. ഏകാദശം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളും അസാധാരണക്കാരായിട്ട് മാറും. പക്ഷേ ഇപ്പം നമ്മൾ സാധാരണക്കാരാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. മോക്ഷം മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ ആരും ശ്രമിക്കില്ല. ഭാഗവതം കേട്ടോളൂ, ഹൃദയം ശുദ്ധമാവും എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. അപ്പം പറയും ഭാഗവതം കേൾക്കൂ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും, കല്യാണം കഴിയാത്തവർക്ക് കല്യാണം കഴിയും, ദാരിദ്ര്യമുള്ളവർക്ക് ദാരിദ്ര്യം തീരും, കുചേലവൃത്തം കേൾക്കൂ, രുക്മിണി സ്വയംവരം കേൾക്കൂ, കല്യാണം കഴിയും, സന്താനഗോപാലം കേൾക്കൂ, കുട്ടിയുണ്ടാവും, വരാഹാവതാരം കേൾക്കൂ, ഭൂമി ലാഭം ഉണ്ടാവും, നരസിംഹാവതാരം കേൾക്കൂ, ശത്രുനാശം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എത്തി. ഫലം പറയണ്ടേ? അപ്പം ഇങ്ങനെയാണ് ഫലം പറയുക. അപ്പം അർത്ഥകാമങ്ങളുള്ളവരാണ് നമ്മളൊക്കെ. കാശുണ്ടാക്കണം എന്നുള്ള മോഹം ജന്മനാ തന്നെ ഉണ്ട്. ഉണ്ടാക്കണോ? കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കൊന്നും വേണ്ട. അങ്ങനെ ഒരു മോഹം പൊതുവെ എല്ലാവർക്കും ഉണ്ട്, ഇല്ലാത്തൊരു കുറവാണ്. കാമം, അതും നമ്മൾ പഠിപ്പിക്കണോ? ഇല്ല, അതും ഉള്ളിലുണ്ട്. മോക്ഷം അങ്ങനെ കാണുന്നില്ല. അതാണ്. അതുകൊണ്ട് അർത്ഥകാമങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ല. അത് ഋഷിമാർക്കറിയാം. അതുകൊണ്ട് ഋഷിമാർ പുരുഷാർത്ഥങ്ങളിൽ എന്ത് ചേർത്തു? അർത്ഥകാമങ്ങൾ ചേർത്തു. അർത്ഥം കാമം നമ്മുടെ പുരുഷാർത്ഥമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചോദിച്ചാൽ അത് അന്യായമായിട്ടും അർത്ഥവും കാമവും സമ്പാദിക്കും. അത് ലോകത്തിന് ഉപദ്രവമായിട്ട് തീരും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആദ്യം ധർമ്മം എന്ന് വെച്ചു. എന്താണ് ധർമ്മം? പിന്നെ അർത്ഥം, പിന്നെ കാമം, പിന്നെ മോക്ഷം. എന്തിനാ അത് പറഞ്ഞു വെച്ചാൽ ധർമ്മം മുഖ്യ. അർത്ഥകാമങ്ങളെ അങ്ങോട്ട് ഒതുക്കി, ഒരു ഭാഗത്ത് മോക്ഷവും ഈ ഭാഗത്ത് ധർമ്മവും, 2 ബ്രാക്കറ്റ് ആണ്, നടുക്ക് അർത്ഥവും കാമവും. ധർമ്മം വെച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന്? അധാർമികമായിട്ട് നമ്മൾ കാമം അനുഭവിക്കാൻ പുറപ്പെട്ടാൽ ലോകത്തിന് ഉപദ്രവം ഉണ്ടാവും. അധാർമികമായിട്ടും അന്യായമായിട്ടും പണം സമ്പാദിക്കാൻ പുറപ്പെട്ടാൽ അതും ലോകത്തിന് ഉപദ്രവം ഉണ്ടാവും. അത് വേണ്ട. ഇനി പണം സമ്പാദിക്കണ ഒരു ത്വര ഉള്ളിലുണ്ടെങ്കിൽ അത് ധാർമ്മികമായിട്ടായിക്കോട്ടെ, ന്യായമായിട്ട് പണം ആർജിച്ചോളൂ. അതിനാണ് ധർമ്മം വെച്ചത്. ഇനി കാമം അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ധാർമ്മികമായിട്ടായിക്കോട്ടെ. അങ്ങനെയാണ്. ധാർമ്മികമായിട്ട് അർത്ഥം സമ്പാദിക്കാം, ധാർമ്മികമായിട്ട് കാമം സമ്പാദിക്കാം. അങ്ങനെ ധാർമ്മികമായിട്ടാണ് അർത്ഥസമ്പാദനവും കാമവും എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് വരും? വിരക്തി വരും. എന്താണ് വിരക്തി? വരണില്ലെങ്കിൽ അർത്ഥം ധാർമ്മികമായിട്ടല്ല എന്ന് പറയേണ്ടി വരും. അവിടെ ഇരിക്കട്ടെ. കുറച്ച് കഴിയുമ്പം ഇതൊക്കെ അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി മെല്ലെ മെല്ലെ ഭഗവാനിലേക്ക് തിരിയും, ഭാഗവതത്തിലേക്ക് ശ്രദ്ധ വരും. നമ്മൾ ചിട്ടയോടുകൂടിയുള്ള ജീവിതമാണെങ്കിൽ. വരുന്നില്ലെങ്കിൽ എവിടെയോ ഒരു പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. ചിട്ടയോടുകൂടിയുള്ള ജീവിതമല്ല എന്നാണത് കാണിക്കുന്നത്. ശരി, എന്തായാലും അതിൽ ധർമ്മം, ആ വിഷയത്തെക്കുറിച്ച് ആണ് ദക്ഷചരിത്രം പ്രതിപാദിക്കുന്നതെന്നാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കർമ്മം, അതാണ് ധർമ്മം. ഇവിടെ എന്ത് പറ്റി ചോദിച്ചാൽ യാഗം യജ്ഞമൊക്കെ ഈശ്വരനെ കിട്ടാൻ ചെയ്യാൻ വേണ്ടത്. പക്ഷെ അദ്ദേഹം ചെയ്തത് ഈശ്വരനെ നിന്ദിക്കാനായിട്ടാണ്. ധർമ്മം എന്ന് പറഞ്ഞിട്ട് ചെയ്തത് എന്താ? അധർമ്മമായി പോയി. അങ്ങനെയുള്ള അപകടം നമുക്ക് പറ്റരുത്. പുറമേക്ക് സൽക്കർമ്മം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളിലെന്താവണം? സൽക്കർമ്മം തന്നെ ആവണം. പുറമെ യാഗം എന്ന പേര് ആര് ചെയ്യണതിൻ്റെ?
ആ ദക്ഷൻ ചെയ്തതിൻ്റെ പേര് അതിലെന്താ ഉണ്ടായത്? ശിവനിന്ദ. നോക്കണേ, ചിലത് അങ്ങനെ ഉണ്ടാവും. നമ്മൾ കാണുമ്പോഴൊക്കെ കേമാവെന്നൊക്കെ വിചാരിക്കും, ഈശ്വര പൂജ വിചാരിക്കും. അവിടെ എത്തുമ്പോഴല്ലേ മനസ്സിലായത് ഈശ്വര ഇതൊക്കെ കെട്ടിക്കാഴ്ച മാത്രമേ ഉള്ളൂ. അത് ചെയ്യുന്ന ഒരാൾക്ക് പോലും എന്തില്ല, ആത്മാർത്ഥതയില്ല, ഈശ്വര വിശ്വാസമില്ല, ഭക്തിയില്ല, ശ്രദ്ധയില്ല, കാര്യമില്ല എന്നർത്ഥം. അതെന്തല്ല, അത് ധർമ്മമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യരുതെന്നർത്ഥം. അത് ദക്ഷനെ പഠിപ്പിക്കുകയുണ്ടായത്. പിന്നെ ദക്ഷന് സംഗതി മനസ്സിലാക്കി എങ്ങനെയാണ് ധർമ്മം അനുഷ്ഠിക്കേണ്ടതെന്ന് വ്യക്തമായി. ഇനി അർത്ഥം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കിട്ടുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും വലിയ അർത്ഥം എന്നുള്ളത് തിരിച്ചറിയണം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ധ്രുവൻ എന്തുണ്ടായിരുന്നു? കുറച്ചു കാലം രാജ്യം ഭരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് 36,000 കൊല്ലം രാജ്യം ഭരിച്ചതിന് ശേഷം നിനക്ക് എന്നെ കിട്ടുന്ന പറഞ്ഞത്. 36,000 കൊല്ലം വെറുതെ പോയില്ലേ? 36,000 കൊല്ലം രാജ്യം ഭരിച്ചു. അത്രയൊക്കെ അധികം കാലം ഭരിക്കുമ്പോൾ ആർക്കായാലും എന്ത് വരും? ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. ഇത്ര അപകടം മനസ്സിൽ. ഇത് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ വലിയ കുഴപ്പം തോന്നില്ല. കുറേ കാലം കണ്ട് ഭരിക്കുമ്പോൾ ഭരണം കണ്ട് മടുത്തു എന്നായി ആർക്ക്? ധ്രുവന്. അങ്ങനെ അങ്ങോട്ട് മടുക്കണം, എന്നാൽ പിന്നെ തൊട്ടില്ല. നമുക്ക് മടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കാര്യം പിന്നെ പായസം വലിയ മോഹം തോന്നി ഒരു 100 ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചു വിചാരിക്കുക. അല്ല, വലിയ മോഹ കേട്ടോ. പിന്നെ ജന്മത്തെന്ത് ചെയ്യില്ല, പായസം എന്ന് പറയുമ്പം ദേഷ്യം വരും. അതായി ഇപ്പോൾ ആരുടെ അവസ്ഥ? ധ്രുവൻ എന്ത് മാത്രം മതി? ഭഗവാനെ മാത്രം മതി. അതാണ് ഏറ്റവും വലിയ അർത്ഥം നേടേണ്ടത്. ഏറ്റവും വലിയ സമ്പത്ത് ഭഗവാനാണെന്നുള്ളത് ബോധിപ്പിക്കുകയാണ്. ഇനി കാമം അനുഭവിച്ചോളൂ. അതെങ്ങനെ അനുഭവിക്കണം? ആർത്തിയോടുകൂടി അനുഭവിക്കല്ല. കാമം അനുഭവിക്കുന്ന സമയത്ത് എൻ്റെ പിന്നിലുള്ള ഭാവന എന്തായിരിക്കണം? ഇതിനോടുള്ള താല്പര്യം കുറഞ്ഞ് എൻ്റെ ആഗ്രഹം ഭഗവാനോടാവണേ എന്ന മട്ടിലാണ് നമ്മൾ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് കഴിയുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഭഗവാനിലേക്ക് തിരിയും, ഉറപ്പ്. വിവേകാനന്ദ സ്വാമി പറയും, പായസം മോഹമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ചരക്കിൽ പായസം കാണുമ്പോൾ ചിലരെന്ത് ചോദിച്ചാൽ എടുത്തങ്ങോട്ട് ചാടും പായസത്തിനോടുള്ള ആർത്തി കൊണ്ട്. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഈച്ചയായിട്ട് ആ വക്കത്ത് അങ്ങനെ ഇരുന്ന് ലേശമായിട്ട് എന്ത് ചെയ്യുക, ആസ്വദിച്ച് കുടിക്കുക. അത്രയേ വേണ്ടൂ. നമ്മൾ വിനയത്തോടെ ഭഗവാനെ വന്ദിച്ചും കൊണ്ട് മാന്യമായിട്ട് എന്ത് ചെയ്യുക, ധാർമ്മികമായിട്ട് കാമം അനുഭവിക്കാം. ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞില്ലേ, ധർമാവിരുദ്ധോ ഭൂതാനാം കാമോസ്മി ഭരതർഷഭ. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ആരാണ്? അത് ഞാനാണ് അർജുന. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ഞാനാണ്. ന്യായമായ കാമം അത് ഈശ്വരനാ, ഒരു കുഴപ്പമില്ല. ആ മട്ടിൽ എന്ത് ചെയ്യാം, കാമം അനുഭവിക്കാം, ഒരു തെറ്റുമില്ല. ആഗ്രഹങ്ങളൊക്കെ നല്ല തന്നെ, തെറ്റൊന്നുമില്ല. ഈശ്വരൻ കിട്ടാനുള്ള ആഗ്രഹം മോശം പറയാൻ പറ്റുമോ? കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാ താല്പര്യം, അർത്ഥം. അതൊക്കെ നല്ല തന്നെ. വിവാഹം കഴിക്കുക, കുട്ടികളാവുമെന്ന് തെറ്റില്ല, ഒക്കെ നല്ല കാര്യം തന്നെയാണ്. ഉള്ളിൽ അങ്ങനെ ഒരു വാസന ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് തീരെ തന്നെ വേണം. അതങ്ങനെ തീരട്ടെ, എന്നിട്ട് ഭഗവാനിലേക്ക് തിരിയട്ടെ. അപ്പോൾ ഇന്ദ്രിയങ്ങളെ അടക്കാനാണ് കാമം, ഇന്ദ്രിയങ്ങളെ വിട്ടയക്കാനല്ല. അതാണ് ഈ പൃഥുചരിത്രം കാണിച്ചിരുന്നത്. പൃഥു അങ്ങനെയായിരുന്നു. എല്ലാം അദ്ദേഹത്തിന് സാധിച്ചു. വലിയ രാജാവായി, സമ്പത്ത്, ധാരാളം ഐശ്വര്യം ഒക്കെ ഉണ്ടായി, കൃഷി ചെയ്തു, ഒക്കെ നേടി. തൻ്റെ പ്രജകൾക്കും അദ്ദേഹം അത് പറഞ്ഞു കൊടുത്തു. അതാണ് ഈ കഥ കാണിച്ചിട്ടുള്ളത്, കാമം എന്ന പുരുഷാർത്ഥം. അത് കഴിഞ്ഞ് പിന്നെ പുരഞ്ജനോപാഖ്യാനം, മോക്ഷം, അതാണ് മുഖ്യം. എന്താ പൃഥുചരിത്രം പറയാനുണ്ടായ കാരണം? ധ്രുവൻ്റെ കഥ അവിടെ വെച്ച് പ്രാചീന പ്രജദസ്സുകളുടെ അടുത്ത് വെച്ച് പറഞ്ഞു. ആര്? നാരദ മഹർഷി. അങ്ങനെയാണ് ഈ കഥ പ്രസിദ്ധമായത്. അപ്പോഴാണ് ചോദ്യം, ആരാണ് ഈ പ്രജദസ്സുകൾ? അപ്പം പറഞ്ഞു, അത് പ്രജദസ്സുകൾ ആരാ ചോദിച്ചാൽ ബർഹിഷത്തിൻ്റെ മക്കളാണ്. ബർഹിഷത്തിൻ്റെ ശരിക്കുള്ള പേര് ബർഹിഷത്താണെങ്കിലും അറിയപ്പെട്ടത് പ്രാചീന ബർഹിസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പൂർവികര കഥ അങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പോൾ ആ വംശത്തിലൊരു പൃഥു എന്നു പേരായിട്ടൊരു രാജാവ്. ആ രാജാവ് വലിയ കേമന, ഭഗവാന്റെ അവതാരമാണ്. അപ്പോൾ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആ കഥ വർണ്ണിക്കുകയാണ്. അതിലേക്ക് വരികയാണ്. ധ്രുവൻ്റെ വംശം വർണ്ണിച്ച് വരുമ്പോൾ അതിൽ അങ്കൻ എന്ന പേരായിട്ടൊരു രാജാവ്. എന്താ പേര്? കേട്ടില്ല. വങ്കനല്ല, അങ്കൻ എന്ന പേരായിട്ടൊരു രാജാവ്. ആ രാജാവ് വിവാഹം കഴിച്ച് സുനീതയെ, മക്കളൊന്നും ഇല്ലാണ്ട് അങ്ങനെ വിഷമിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം പുത്രകാമേഷ്ടി നടത്തി. അങ്ങനെ പായസം കിട്ടി. ഈ പായസമായിട്ട് അദ്ദേഹം തൻ്റെ പത്നിയുടെ അടുത്തേക്ക് പോകുമ്പം ആ പായസത്തിൻ്റെ ആ അടപ്പൊന്ന് മാറ്റിയൊന്ന് വാസനിച്ചു. അതെന്തായി? അപ്പോൾ രണ്ടാം തരായി. നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ വാസനിച്ച് കൊടുക്കരുത്. അയാൾ കഴിക്കേണ്ടതാണെങ്കിൽ അയാൾ വാസനിച്ചോട്ടെ, നമ്മൾ വാസനിക്കേണ്ട. വാസനിച്ച എന്തായി? എച്ചിലായി എന്ന് പറഞ്ഞാൽ ഉച്ഛിഷ്ടമായി. നമ്മൾ ആശ വെച്ചു എന്നർത്ഥം. എന്താണ്? അതിൽ കാമം വച്ചു. അല്ലെങ്കിൽ വാസനിക്കേണ്ട കാര്യമുണ്ടോ? കുറച്ചൊരു മോഹമുള്ളതുകൊണ്ടല്ലേ വാസനിച്ചത്. വേറൊരാൾക്കുള്ളത് നമ്മളെന്തിനാണ് മോഹം വയ്ക്കുന്നത്? അത് വയ്ക്കാൻ പാടില്ല. അതാണ് അടച്ചു കൊണ്ടുപോകുന്നത് തന്നെ. പായസമൊക്കെ അടച്ചു വയ്ക്കണം. എന്തിനാ അടച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയില്ലേ? പായസം കൊണ്ടുപോകുമ്പോൾ അടച്ചു വേണം കൊണ്ടുപോകും. ഭഗവാൻ നേദിക്കാൻ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോകുക? അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അടച്ചു കൊണ്ടുപോകും, ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ അടച്ചോളന്നില്ല.
എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അടയ്ക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആശ വെക്കരുതെന്ന് കാണിക്കാനാണ്. അതിൽ മോഹം വെക്കണ്ട എന്നാണ്. അതുകൊണ്ടാണ് നിവേദ്യം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുക. നിവേദ്യം എന്ന് പറയും. തിരക്കുള്ള അമ്പലം വലിയ ആളൊന്നും ഇല്ലെങ്കിൽ പിന്നെ വെറുതെ ആരൊക്കെ കാണിക്കാൻ എന്തിനാ പറയണ വെച്ചിട്ടാണ്. ആ സമയത്ത് മറയ്ക്കും, ഒരു വടിയൊക്കെ വയ്ക്കും. ഇങ്ങോട്ട് ആരും വരണ്ടട്ടോ എന്ന് പറയും. നമുക്ക് ദേഷ്യമായി, ഓ നമ്പൂരിക്ക് എന്താ അഹങ്കാരം, എന്നോട് വരണ്ടാന്ന്. അതല്ല, അഹങ്കാരം കൊണ്ടല്ല. ഇനി അവിടേക്ക് വന്നു നിന്നാൽ ഈ പായസം അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അടുത്തേക്ക് നിൽക്കുമ്പോൾ ചിലപ്പോൾ ചൂട് പായസമൊക്കെ ആകുമ്പോൾ നല്ല വാസനയ്ക്ക് ഇരിക്കും. അപ്പോൾ വാസനയോട് വരുമ്പോൾ ഹായ് പായസം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായി, പിന്നെ അത് നേദിക്കാൻ വയ്യ. ഇയാൾ കഴിച്ചു കഴിഞ്ഞു. നാവ് കൊണ്ട് കഴിച്ചില്ല അവരുടെ കാര്യം. നാവ് കൊണ്ട് കഴിക്കണമെന്നുണ്ടോ? എങ്ങനെയൊക്കെ കഴിക്കുക? മൂക്കൊണ്ട് കഴിക്കുക, കണ്ണുകൊണ്ട് കഴിക്കുക, ചെവി കൊണ്ട് കഴിക്കുക, ഒക്കെ കഴിക്കാം. കണ്ണിൻ്റെ ആഹാരമാണ് കാഴ്ച, ചെവിയുടെ ആഹാരമാണ് ശബ്ദം, മൂക്കിൻ്റെ ആഹാരമാണ് ഗന്ധം, നാവിൻ്റെ ആഹാരമാണ് നമ്മൾ പറഞ്ഞ പലഹാരം. നമുക്ക് പിന്നെ അത് മാത്രമേ നിശ്ചയുള്ളൂ. അല്ല, ഇയാളിപ്പോൾ കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും കഴിച്ചു കഴിഞ്ഞു, അത് പിന്നെ നേദിക്കാൻ പറ്റില്ല. ഭഗവാന് കൊടുക്കാൻ പറ്റുമോ വെച്ചാൽ നമുക്ക് പിന്നെയും കഴിക്കാം. ഭഗവാന് കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് എന്ത് പറയും, വരണ്ട, നേദിയാണ്, അവിടെ ഇരുന്നാൽ മതി പറയും. അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, അത് കഴിഞ്ഞ് ഭഗവാന് നിവേദിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിക്കോളൂ, പിന്നെ വടി മാറ്റി കടന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ, കുഴപ്പമില്ല, നോക്കിക്കോളൂ, കുഴപ്പമില്ല. കാരണം അത് ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ്. അതിൽ മോഹം വെച്ചോളൂ. ഇങ്ങനെയാണ് കാമം അനുഭവിക്കേണ്ടത്. ആദ്യം വയ്ക്കരുത്, ഭഗവാനെ നേദിച്ചിട്ട് അനുഭവിച്ചോളൂ. ഏത് കർമ്മവും, നമുക്കും എല്ലാ കർമ്മവും അങ്ങനെ തന്നെയാണ്. അത് ഹൈന്ദവരുടെ ആചാരം നോക്കിയാൽ മനസ്സിലാവും. ഒക്കെ യജ്ഞമാണ്. പുത്രോൽപാദനം മുതൽ ശവദാഹം വരെ ഒക്കെ എന്താണ്, ഈശ്വര പൂജ, ഭഗവാന് സമർപ്പിക്കലാണ് എല്ലാം. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാം വിസ്തരിക്കാൻ പറ്റില്ല. അതാണ് സപ്താഹത്തിനൊക്കെ പറഞ്ഞത് പരിമിതിയുണ്ട്. പല തരക്കാരിരിക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ അതിനെപ്പറ്റി അറിയണമെന്നുള്ളവർ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. 16 സംസ്കാരം എന്താണ്, ഒക്കെ യജ്ഞമാണ്. ഒക്കെ അഗ്നിയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും. എല്ലാ കർമ്മത്തിൻ്റെ പിന്നിൽ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്തവ്യം, ബ്രഹ്മകർമ്മ സമാധിന. ഇതാണ് താല്പര്യം. ശരി, ഇവിടെ മുതലേ ഈ കാമം എന്നുള്ള വിഷയം വരുന്നുണ്ടെന്ന് അർത്ഥം. ഏതായാലും അങ്ങനെ ഭാര്യയ്ക്ക് ഈ പായസം കൊടുത്തു. ഉച്ചിഷ്ടം കഴിച്ച് ഉണ്ടായതുകൊണ്ട് മകൻ്റെ സ്വഭാവം മോശമായിരുന്നു. അയാളൊരു മോശക്കാരനായിട്ട് മാറി. പേര് വേരൻ എന്നാണ്. ചെറിയ കുട്ടിയാകുമ്പോഴേ ആളുകളെയൊക്കെ, ചെറിയ ജന്തുക്കളൊക്കെ നടന്നു പോകുമ്പോൾ അതിനെയൊക്കെ തല്ലിക്കൊല്ലും. മുട്ടുകുത്താറായിട്ടേ ഉള്ളൂ. അപ്പം അതേ പറ്റുള്ളൂ കൊണ്ടാണ്, അത്രേ സാധിക്കുള്ളൂ. വലുതായപ്പോഴോ പിന്നൊന്നും പറയണ്ട. 6-7 വയസ്സായപ്പോഴേക്കും ഈ പ്രായമുള്ളവരൊക്കെ വഴി കാണിച്ചില്ല എന്ന് പറഞ്ഞ് കണ്ണ് കാണാത്തവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി പൊട്ടക്കണ്ടിൽ തള്ളിയിട്ട് കൈയടിച്ച് ചിരിക്കും. 10-18 വയസ്സായപ്പോഴേക്കും സ്ത്രീകൾക്ക് ആ വഴിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ, വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ പ്രജകൾ രാജാവിൻ്റെ അടുത്ത് വന്ന് വിഷമം പറഞ്ഞു. രാജാവെ, അങ്ങയുടെ മകൻ്റെ കഥ മഹാ കഷ്ടമാണ് കേട്ടോ എന്ന് പറയാൻ പുറപ്പെട്ടപ്പോഴേക്കും രാജാവ് മനസ്സിലാക്കിയിട്ടുണ്ട് കുറേയൊക്കെ തൻ്റെ മകൻ്റെ പ്രശ്നം. രാജാവ് പറഞ്ഞു, എനിക്കറിയാം, ഞാൻ ഉപദേശിച്ചോളാം എന്ന് പറഞ്ഞ് രാജാവ് തൻ്റെ മകനെ വിളിച്ച് ഉപദേശിക്കാൻ പുറപ്പെട്ടപ്പോഴേക്ക് ആര് വന്നു? രാജാവിൻ്റെ ഭാര്യ. അമ്മ വന്നിട്ട് പറഞ്ഞു, ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്, കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ശരിയാവും. ഉണ്ണിയോടുള്ള ആ ഒരു മമത, പുത്രേഷണ എന്ന് പറയും. നമുക്ക് ഭഗവാനെ കിട്ടാൻ തടസ്സം കുറേ ഏഷണകളാണ്. പുത്രേഷണ, വിത്തേഷണ, ദാരേഷണ എന്നൊക്കെ പറയുക. ദാരേഷണ പറഞ്ഞ ഭാര്യയോടുള്ള മമത, പുത്രേഷണ പറഞ്ഞ കുട്ടിയോടുള്ള മമത, വിത്തേഷണ പറഞ്ഞാൽ പണത്തിനോടുള്ള മമത, പിന്നെ ലോകേഷണ പ്രശസ്തിയോടുള്ള മമത. ഇതൊക്കെ ഉണ്ടാകുമ്പം ഭാഗവതം കേൾക്കാൻ വരില്ല. നമുക്കതൊക്കെ ലേശം കുറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ പോകുന്നുണ്ടെങ്കിൽ എന്തോന്നിനോട് രേഷണം ഉള്ളതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഭർത്താവിനോടുള്ള ഏഷണ കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. കുട്ടിയോടുള്ള ഏഷണ കൊണ്ട് അങ്ങോട്ട് പോകും. പണത്തിനോടോ പ്രശസ്തിയോടുള്ള ഏഷണ ഉണ്ടാകുമ്പോൾ ഭാഗവതം വിട്ടു പോവും. നേരത്തെ കുറച്ച് മുന്നേ സതിയുടെ ചരിത്രം കണ്ടില്ലേ? ഭഗവാനെ വിട്ടിട്ട് അങ്ങോട്ട് പോയി, ദക്ഷിണടുത്തേക്ക് പോയി, അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു. ഏതായാലും ഇവിടെ പുത്രേഷണ ആർക്ക്? അമ്മയ്ക്ക്. അവൾ പറഞ്ഞു, ചീത്ത പറയണത് കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. വീണ്ടും ഇത് ആവർത്തിച്ചു. ചീത്ത പറയാനായിട്ട് പുറപ്പെട്ടു. പക്ഷെ അപ്പോഴും ആരിടപെട്ടു? അമ്മ ഇടപെട്ടു. രാജാവിനെന്ന് തോന്നി തനിക്ക് രാജാവ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, വീട്ടിലൊരു വിലയില്ല. ഭാര്യയും പറഞ്ഞാൽ കേൾക്കില്ല, മകനും കേൾക്കില്ല. വലിയ രാജാവാണ്, എന്തിനപ്പോൾ ഇവിടെ കഴിയണു? അതുകൊണ്ട് നാട് വിട്ടു പോയാലോ? അദ്ദേഹത്തിനാകെ വിഷമം. അങ്ങനെയൊക്കെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ ചോദിച്ചാൽ, ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷമെന്ന് പറഞ്ഞാൽ തൻ്റെ വീട്ടിൽ വിലയില്ലാത്തതാണ്. നാട്ടിൽ വില ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. രാജാവിന് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ വീട്ടിലുള്ളവർക്കൊരു വിലയില്ല. രാജാവ് നാട് വിട്ടു, കാട്ടിൽ പോയി. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഭഗവാനിൽ മനസ്സുറപ്പിക്കാൻ സാധിച്ചു. അതെന്താ കാരണം ചോദിച്ചാൽ, പരീക്ഷത്തെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭാര്യയും മകനും ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പറ്റി? അദ്ദേഹത്തിന് പുത്രേഷണിയും കളത്രേഷണി, ഈ ദാരേഷണി ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പറ്റിച്ചാൽ എളുപ്പം ഭഗവാനെ ഉള്ളിൽ വയ്ക്കാൻ പറ്റി.
നമ്മുടെ സുനീതിയെ പോലെ തന്നെ. സുനീതിയെ ഭർത്താവ് അങ്ങോട്ട് ഉപേക്ഷിച്ചുകൊണ്ട് എന്തായിച്ചാൽ പിന്നെ സ്വസ്ഥമായിട്ട് ഭഗവാനെ ആശ്രയിച്ചു. നന്നായി. ഉപേക്ഷിച്ചുകൊണ്ട് എന്ത് പറ്റി? ഭർത്താവിനെ പിന്നെ ഭർത്താവ് എന്തായാലും ഉപേക്ഷിച്ചു. ഇനി അയാളെ പറ്റി ആലോചിക്കണോ? ഭഗവാനെ ആലോചിച്ചു. ഇതുപോലെ ഭാര്യയും മകനും പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അവരുടെ ചിത്രം മനസ്സിൽ വരണേയില്ല. അതുകൊണ്ട് എളുപ്പത്തിൽ ഭഗവാനെ നിറയ്ക്കാൻ പറ്റി. അങ്ങനെ ഭഗവാനിൽ അദ്ദേഹം എത്തിയ സമയത്ത് അദ്ദേഹം തൻ്റെ പ്രജകൾക്കൊക്കെ വേണ്ടി ഒരു കത്തയച്ചു. നിങ്ങൾക്ക് എന്നെപ്പോലെ പെട്ടെന്ന് ഭഗവാനിലെത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെപ്പോലെ പ്രാർത്ഥിക്കൂ, പറഞ്ഞാൽ കേൾക്കാത്ത ഭാര്യയും മക്കളും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. എന്നാലോ എന്നാൽ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളങ്ങനെ ആവണച്ചിട്ടല്ല, പക്ഷെ എളുപ്പമുണ്ട് എന്ന് അദ്ദേഹം ഇത് കരുതി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കൊന്നും വേണ്ട. കഥപത്യം വരം മന്യേ, പറഞ്ഞാൽ കേൾക്കണ മക്കളുണ്ടാവണേക്കാൾ നല്ലത് പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികൾ ഉണ്ടാവലാണ്. എന്തിനു നല്ലത്? ഭഗവാനിലേക്ക് എത്താൻ. കാരണം അങ്ങനെയൊക്കെ മക്കളുണ്ടായാൽ പെട്ടെന്ന് നമ്മളൊക്കെ ഭാഗവതം എടുക്കും. ഇതിപ്പോൾ കുറച്ച് വൈകിയില്ലേ, മറ്റേത് നേരത്തെ എടുക്കും. അപ്പം അങ്ങനെ കാര്യം അല്ല. ഇനിയിപ്പോൾ അധികം ഭാഗവതം എടുത്തവരെയൊക്കെ ചിന്തിച്ചാൽ ആത്മാർത്ഥമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് വളരെ ഗൗരവത്തിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ശ്രദ്ധിച്ചു നോക്കുക. അവർക്ക് ജീവിതത്തിൽ എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ്, അല്ലേ? അല്ല, വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇക്കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് താല്പര്യം. രാജാവ് എന്തായാലും അങ്ങനെ പറഞ്ഞു വെച്ചു. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നല്ലത് വേണം തന്നെയാണ്. നല്ല ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുക. അഥവാ തിരിഞ്ഞു പോയ എങ്ങനെ വിചാരിച്ചാൽ മതി. എന്ത്? അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം അതിനു വേണ്ടി പറയല്ല. അഥവാ തിരിഞ്ഞാൽ നമ്മൾ കള്ളുഷാപ്പ് പോയിരിക്കുക ചെയ്യുക. അതല്ല, സപ്താഹവേദി പോയിരിക്കണം. അത് ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഭഗവാൻ തന്ന അവസരമായിട്ട് കണക്കാക്കുക. നശിക്കരുതെന്നർത്ഥം. എന്തെങ്കിലും ന്യായം പറഞ്ഞ് നശിക്കാൻ നിൽക്കരുതെന്ന് താല്പര്യം. ഏതായാലും അങ്ങനെ രാജാവില്ല. അവസാനം ഭൃഗ്വത് ഋഷീശ്വരന്മാർ ഇദ്ദേഹത്തെ പിടിച്ച് രാജാവാക്കി. ആരെ? വേനയുടെ. ഈ മോശക്കാരനെ നിശ്ചയുണ്ട്. എന്നാലും അധികാരം കിട്ടിയ നേരിയ പോയിരിക്കും. അധികാരം കിട്ടിയപ്പോഴേക്കും പിന്നെ പറയണ്ട, കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുത്താൽ അങ്ങനെ ഇരിക്കും. ഇയാൾ പിന്നെ ആരും നാമം ജപിക്കാൻ സമ്മതിക്കില്ല, യാഗം ചെയ്യാൻ സമ്മതിക്കില്ല. ഇങ്ങനൊരു സ്വഭാവം. അവസാനം ഋഷിമാർക്ക് വലിയ ബുദ്ധിമുട്ടായി. ഇയാളടുത്ത് വന്നിട്ട് ഉപദേശിച്ചു, ഇത് ശരിയല്ല. തൻ്റെ അച്ഛൻ മാന്യനായിരുന്നു, ഈശ്വര വിശ്വാസമൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു. തനിക്കിനി വിശ്വാസം ഇല്ലെങ്കിലും സാരല്ലേ, ഇവിടെ ഉള്ളവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലാണ്ടാക്കണം, അല്ലേ? താൻ അമ്പലത്തിൽ പോകണില്ല, വേണ്ടാന്ന്. തൻ്റെ കുടുംബത്തിൽ ആരും പോകരുതെന്നൊക്കെ പറയേണ്ട കാര്യം എന്താ? ഓരോരുത്തർക്ക് ഓരോ സമ്പ്രദായം ആയിക്കോട്ടെ, തെറ്റൊന്നുമില്ല. ആരും ഉപദ്രവിക്കണമെന്നില്ലല്ലോ. എന്നാൽ പോട്ടെ വിചാരിച്ചാൽ പോരെ. ഇദ്ദേഹം തൻ്റെ നാട്ടിൽ ആരും അമ്പലത്തിൽ പോകരുത്, പോയി കണ്ടാൽ നാവ് മുറിക്കുക, തലവെട്ടുക, ഇങ്ങനെയൊക്കെയായ ബുദ്ധിമുട്ടല്ലേ? ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഇത് ഇഷ്ടമായില്ല. ബാലിശാപതയൂയം വാ, അല്ലെങ്കിൽ ഋഷിമാരെ നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ കരുതി കുറച്ച് പ്രായമൊക്കെ ഉണ്ടല്ലോ, താടിയൊക്കെ നീണ്ടപ്പോഴേ അത്യാവശ്യം പ്രായം ഉണ്ടാവും, അതിനനുസരിച്ചുള്ള വിവരം ഉണ്ടാവും എന്നൊക്കെ തോന്നി. ഇപ്പൊക്ക് മനസ്സിലായി നിങ്ങൾക്ക് പ്രായം മാത്രമേ ഉള്ളൂ, വിവരമില്ല. ബാലിഷാ, നിങ്ങൾ ചൈൽഡ് ഡിഷാണ്. നിങ്ങളെന്താ പറഞ്ഞത്? ഈശ്വരനെ സേവിക്കണമെന്നോ? എന്തിനാത്? രാജാനം ദൈവതം എന്നാണ്. രാജാവാണ് പ്രത്യക്ഷമായ ദേവൻ. ഞാനല്ല രാജാവ്, ഞാനാണ് ഈശ്വരൻ. ഞാൻ അവിടെ ഇരിക്കെ ഒരു ഈശ്വരനെ ഞാൻ ആരാധിക്കാൻ സമ്മതിക്കില്ല. അപ്പം അവരെ നോക്കി ഇരിക്കല്ലേ, ഈ ഇരിക്കെ സമ്മതിക്കില്ല എന്നല്ലേ. എന്നൊരു ശബ്ദം ഉണ്ടാക്കിയപ്പോഴേക്ക് ഇവൻ കസേരയോട് കൂടി പിന്നോട്ട് പെടേ എന്ന് പറഞ്ഞങ്ങോട്ട് വീണു. കാറ്റുപോയി. വേനൻ്റെ കഥ കഴിഞ്ഞു, തീർന്നു. അവർ കൊന്നൊന്നും പറയണ്ട, അവർ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവർ ഭഗവാനെ നിന്ദിക്കുന്നത് കണ്ടപ്പോൾ സങ്കടത്തുകൊണ്ട് അവർ എന്നൊരു ശബ്ദം ഉണ്ടാക്കിയതാണ്. ഇവനിങ്ങനെ ഈശ്വരൻ ഇല്ല എന്ന് പറയാനും ഈശ്വരൻ നിന്ദിക്കാനുള്ള ശക്തി കൊടുത്തത് ഭഗവാനല്ലേ എന്ന് ആലോചിച്ചിട്ട് അവർ എന്ന് പറഞ്ഞതാണ്. എന്നിട്ടും ആ ഭഗവാനെ നിന്ദിക്കുന്നുള്ളൂ. ഭഗവാൻ തന്ന ശക്തി കൊണ്ട് എന്ത് പറയണം? ഭഗവാനെ നിന്ദിക്കുക. ശബ്ദിക്കാനുള്ള കഴിവ് ഈശ്വരനുള്ളതുകൊണ്ടാണ്, ആ ചൈതന്യമുള്ളതുകൊണ്ടാണ്. എന്നിട്ട് ആ ചൈതന്യത്തെ എതിർക്കുക. അങ്ങനെയൊന്നും ഇല്ല പറയാം. എങ്ങനെയുണ്ട്? ഒരാൾ ഈശ്വരൻ ഇല്ല പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നടു റോഡിൽ ഇറങ്ങിയിട്ട് നാവില്ല പറയുന്നത് പോലെയാണ്. എന്താണ് നാവില്ല? എനിക്ക് സത്യം പറയട്ടെ, വിശ്വസിക്കുമോ? നാവില്ല. എല്ലാവരും വിശ്വസിച്ചില്ലേ? നല്ല വട്ടന്നെ, അത്രയേ പറയുള്ളൂ. എതിർക്കാൻ പോകില്ല. കാരണം അവരോട് എതിർത്തിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് വിവരമുള്ളവർ സംവാദമൊന്നും വെക്കില്ല. ആരോട്? യുക്തിവാദികളോട് സംവാദം. എന്ത് വെക്കാനാ? അറിയണം എന്നുള്ളതെന്ത് കേട്ട് മനസ്സിലാക്കി ആർക്കും അറിയണ കാര്യമാണ് എന്ത്? ഈശ്വരൻ ഉണ്ട് എന്നുള്ളത്. അത്രയേ ഉള്ളൂ. ഇതൊന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ സമ്മതിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ നിവൃത്തിയില്ല. അത്രയേ ഉള്ളൂ. ഏതായാലും അദ്ദേഹത്തിൻ്റെ കഥ കഴിഞ്ഞു. ഇപ്പോൾ രാജാവില്ലാനുള്ള പ്രശ്നം വീണ്ടും വന്നില്ലേ? എന്തു ചെയ്യണം? അപ്പോഴാണ് മനസ്സിലാക്കിയത്, ഇവള് സുനീത, ഈ വേനൻ്റെ അമ്മ, ആ ശവശരീരം ദഹിപ്പിച്ചില്ല, എണ്ണത്തോണിയിലിട്ട് വെച്ചതാ. അവർ വന്നു അവൻ്റെ ദുസ്വഭാവം മുഴുവൻ അങ്ങോട്ട് കടഞ്ഞ് കളയാൻ തീരുമാനിച്ചു. ആരുടെ? വേനൻ്റെ. അങ്ങനെ അവർ ദുസ്വഭാവം മുഴുവൻ അങ്ങനെ കടഞ്ഞങ്ങോട്ട് എടുത്തു.
അവനെ കളഞ്ഞു. അത് കഴിഞ്ഞ് ആ കൈയെടുത്ത് വലത്തെ കൈ വേദമന്ത്രം ജപിച്ചങ്ങോട്ട് കടഞ്ഞപ്പം ആ വേനലിൽ നിന്ന് ആരുണ്ടായി? ഭഗവാനുണ്ടായി. ഭഗവാൻ അതിലുണ്ട്, ഉണ്ടാവാനൊന്നുമില്ല, എന്നാലൊന്ന് പ്രകടമായി. ഇതാണ് ഭഗവാൻ പ്രകടമാവാണ്ട് അത്ര നേരം ഇരിക്കാൻ കാരണം എന്താ? അതാ കാട്ടാളൻ ഇങ്ങനെ പ്രകടമായിട്ട് ഇരിക്കുകയായിരുന്നു. ഭഗവാൻ അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ഉള്ളിന്ന്. ആരുടെ ഉള്ളിന്ന്? വേനൻ്റെ ഉള്ളിന്ന്. നമ്മുടെ ഉള്ളിലും ഈശ്വരനും ഉണ്ട്, കാട്ടാളനും ഉണ്ട്, രണ്ടും ഉണ്ട്. ഈശ്വരീയതയുണ്ട്, കാട്ടാളത്തും ഉണ്ട്. ഇല്ലേ? ഇല്ല, കാട്ടാളത്തില്ല. 6:30 കഴിയട്ടെ വൈകുന്നേരം. അപ്പം എൻ്റെ കാട്ടാളത്ത് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ സത്തായതുകൊണ്ട് വടങ്ങാൻ ഇരിക്കുന്നു. ഭാഗവതം മുന്നിലുണ്ടെങ്കിൽ ഈശ്വരീയത ഇങ്ങനെ പ്രകടമാവും. വേനൻ്റെ ഉള്ളിലെ കാട്ടാളത്തം മുഴുവൻ അങ്ങോട്ട് എടുത്ത് കളഞ്ഞതിന് ശേഷം ആ ദൈവികത പുറമേക്ക് പ്രകടമായി എന്നാണ്. അതാണ് പൃഥുവും അർച്ചിസും. വിഷ്ണു ഭഗവാന്റെ അവതാരമാണ് പൃഥു. അർച്ചിസ് ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്. അത് എവിടെ നിന്നാണ് ഉണ്ടായതെന്നുള്ളത് മുഖ്യമാണ്. വേനൻ്റെ ഉള്ളിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞ അർത്ഥം ഏത് പാപിയുടെ ഉള്ളിലും ആരുണ്ട്? ഈശ്വരനുണ്ട്. പക്ഷെ പ്രകടമാവാൻ നമ്മൾ അതിനുള്ള ആഹാരം കൊടുക്കണം. ഉള്ളിലുള്ള ഈശ്വരീയത പ്രകടമാവണമെങ്കിൽ ആ പാകത്തിനുള്ള ആഹാരം ഭാഗവതം അങ്ങനെ കൊടുത്താൽ ഈശ്വരീയത പ്രകടമാവും. മറ്റുള്ള പല ചാനലുകളും കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രകടമാവും. അത്രയേ ഉള്ളൂ. എന്തിന് ആഹാരം കൊടുക്കണമെന്നുള്ളത് പ്രധാനമാണ്. എന്തിനാണ് നമ്മൾ പോഷിപ്പിക്കണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. സത്സംഗത്തിലിരിക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള ഈശ്വരീയത പ്രകടമാവും. അതിൻ്റെ അനുസരിച്ചുള്ള ശാന്തി അനുഭവിക്കാം. അതല്ല ദുസ്സംഗമാണെങ്കിൽ ഉള്ളിലുള്ള കാട്ടാളത്തം അതങ്ങനെ വലുതാവും. അതിനനുസരിച്ചിട്ടുള്ള ദുഃഖം അനുഭവിക്കാം. പൃഥുവും അർച്ചിസും വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ പല സമ്മാനങ്ങളും പലരും കൊടുത്തു, കേമായിട്ട് സ്തുതിച്ചു. ഭൂമിദേവി ഒരിക്കലും അമ്പ് തീരാത്ത ഭൂമിദേവി ഒരു ചെരുപ്പ് കൊടുത്തു. അതുണ്ടായത് പാതുകം. ആ പാതുകം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കാലിലിട്ടിട്ട് എവിടെ എത്തണമെന്ന് വിചാരിച്ചാൽ അവിടെ എത്താൻ സാധിക്കും എന്ന് വരം കൊടുത്തു, അനുഗ്രഹിച്ചു. രാജാവിനെ കേമായിട്ട് സൂതമാഗത വന്ദികൾ സ്തുതിച്ചു. അവിടെ വെച്ച് പൃഥ്വിരാജാവ് പറഞ്ഞു, എന്നെ സ്തുതിക്കുന്നത് എനിക്കിഷ്ടമല്ല, നിങ്ങൾ എന്നെ സ്തുതിക്കരുതേ. സ്തുതിക്കണം നിങ്ങൾക്ക് മോഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനെ സ്തുതിച്ചോളൂ. ഇവിടെ സ്തുത്യർഹനായിട്ട് ഒരാളേ ഉള്ളൂ, അത് ഭഗവാൻ മാത്രം. ഇങ്ങനെ പറയണമെങ്കിൽ സാധാരണക്കാർക്ക് പറ്റില്ല. നമ്മളെന്ന് വെച്ചാൽ കാശ് കൊടുത്തിട്ടും സ്തുതിക്കാൻ ആളെ ഏർപ്പാടാക്കുക ചെയ്യുക. അങ്ങനെയാണ് നമ്മളൊക്കെ ഒരു രീതി. പക്ഷേ ഇവിടെ രാജാവ് പറയണത് സ്തുതിക്കണ സമയത്ത് എനിക്ക് സ്തുതി ഇഷ്ടമല്ല. കാരണം പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും കഴിവ് എനിക്കുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവല്ല. കഴിവ് ആരുടെയാണ്? കഴിവ് ഭഗവാന്റെയാണ്. അതുകൊണ്ട് എന്നെ സ്തുതിക്കരുതേ എന്നാര് പറഞ്ഞു? ആ രാജാവ് പറയുണ്ടായത്. എന്ന് പറഞ്ഞ അർത്ഥം ഒരു ഭരണാധികാരി ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, സ്തുതിപാഠകന്മാരെ കണ്ട് മാറ്റി നിർത്തുക. ഇവരാണ് ഈ ബുദ്ധിമുട്ടിക്കുന്നത്. ഇയാളെ വഴി തെറ്റിക്കണ പ്രധാന ആളുകളാരാ? ഒപ്പം നിന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കേമനാന്നും പറഞ്ഞ് വേണ്ടാത്തതും പറഞ്ഞ് അവസാനം ബുദ്ധിമുട്ടിക്കുകയാണ്. ഏതായാലും രാജാവ് ചോദിച്ചു, സങ്കടക്കാരെങ്കിലും ഉണ്ടോ? രാജാവ് എന്ന് പറഞ്ഞാൽ രഞ്ജയതീതി രാജ എന്നാണ്. രഞ്ജിപ്പിക്കുന്നവൻ, പ്രകൃതിക്ക് ഹിതം ചെയ്യുന്നവൻ. പ്രവർത്തതാം പ്രകൃതി ഹിതായ പാർത്ഥിവ ആണ്. പ്രകൃതിക്ക് ഹിതം ചെയ്യുന്നവനാണ് പാർത്ഥിവൻ രാജാവ്. എന്താ പ്രകൃതിക്ക് ഹിതം ചെയ്യേണ്ടത് എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം, ഞാനുണ്ട് നിങ്ങളുടെ ഒപ്പം എന്നാര് പറഞ്ഞു? രാജാവ് പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് അവിടെ പറഞ്ഞു, ഞങ്ങളുടെ വിഷമം എന്താ ചോദിച്ചാൽ വിശന്നിട്ട് വയ്യ, ഉള്ളിൽ വിശപ്പ്, പുറമെ ചൂട് ആണ്. കൃഷി ചെയ്താൽ ഒന്നും ഉണ്ടാവണമില്ല. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. എന്താ അപ്പം ഒന്നും ഉണ്ടാവാത്തത്? അദ്ദേഹം അന്വേഷിച്ചു. ഭൂമി എടുത്തു വെച്ചതാണെന്നാണ് എല്ലാവരും പറയണത്. എന്നാൽ പിന്നെ ഭൂമിയുടെ അടുത്തേക്ക് പോകണ്ടേ എന്ന് പറഞ്ഞ് അദ്ദേഹം വാളുമെടുത്ത് ആരുടെ നേരെ? ഭൂമിയുടെ നേരെ അങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങനെ പോയ സമയത്ത് ഭൂമിദേവി എവിടെ പോയി വിളിച്ചിട്ടും കാര്യമില്ല. തൊട്ട് പിന്നിൽ ആരെത്തും? രാജാവ് എത്തും. എങ്ങനെ എത്തും? ഭൂമി തന്നെയാണ് നേരത്തെ ഒരു ചെരുപ്പ് കൊടുത്തിട്ട് എവിടെ എത്തണമെന്ന് വിചാരിച്ചാൽ അവിടെ എത്താൻ പറ്റുമെന്നുള്ള അനുഗ്രഹം കൊടുത്തത്. അത് ഭൂമിക്ക് തന്നെ ഇപ്പം വലിയ പ്രയാസമായിട്ട് മാറി. ഭൂമിയെ വെട്ടിക്കൊല്ലാനായിട്ട് പുറപ്പെട്ടപ്പം ഭൂമി കരഞ്ഞും കൊണ്ട് പറഞ്ഞു, ഞാനൊരു പശുവല്ലേ, പശുവിൻ്റെ രൂപത്തിലാണ്, പശുവിനെ കൊല്ലാൻ പാടില്ലല്ലോ. രാജാവ് പറഞ്ഞു, ഞാനങ്ങനെ നോക്കാറില്ല, അധർമ്മം ചെയ്ത തല വെട്ടും. പശുവാണെങ്കിലും മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും ഒക്കെ ഞാൻ അധർമ്മം ചെയ്താൽ തല വെട്ടും എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവസാനം ഭൂമി പറഞ്ഞു, എന്നെ രക്ഷിക്കേണ്ടത് അങ്ങയുടെ കടമയില്ലേ, ഞാൻ അങ്ങയുടെ പത്നിയല്ലേ. ഏത് വകയിൽ? അല്ല, പണ്ട് വരാഹമൂർത്തി ഭൂമിദേവിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്നില്ലേ. അപ്പം ഭൂമിദേവി വരാഹമൂർത്തിയുടെ പത്നിയല്ലേ? അതെ, ആ വരാഹം തന്നെയല്ലേ ആര്? ഈ പൃഥു. അതെങ്ങനെ? വിഷ്ണു ഭഗവാന്റെ അവതാരമല്ലേ വരാഹവും, വിഷ്ണു ഭഗവാന്റെ അവതാരമല്ലേ പൃഥുവും ആണ്. ഭൂമിയാണത്. അപ്പോൾ അങ്ങല്ലേ എന്നെ രക്ഷിക്കേണ്ടത്, ഈശ്വരനല്ലേ എല്ലാവരെയും രക്ഷിക്കേണ്ടത്. മറ്റുള്ളവരൊക്കെ തല്ലാൻ വന്നാൽ നമുക്ക് ഭർത്താവിൻ്റെ നേരെ ഓടാം, ഭർത്താവ് തല്ലാൻ വന്നാലും ഞാൻ ആരുടെ നേരെ ഓടും? അങ്ങല്ല എന്നെ രക്ഷിക്കേണ്ടവനെ ശിക്ഷിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല. നീ എന്താ എൻ്റെ പ്രജകൾക്കൊന്നും കൊടുക്കാത്തത് ചോദിച്ചു. അപ്പം ഭൂമി പറഞ്ഞ മറുപടിയാണ് ഈ കഥയുടെ താല്പര്യം. ഭൂമി പറഞ്ഞു, ഞാൻ കൊടുക്കാണ്ടിരിക്കില്ല, അങ്ങയുടെ അച്ഛൻ്റെ ദുർഭരണം കൊണ്ടാണ്.
പ്രജകൾ നന്മ ചെയ്താൽ ഞാൻ ധാരാളം കൊടുക്കും. അവർ നന്മ ചെയ്യണ്ടേ, അവർ ധാർമ്മികരാവണ്ടേ? അവരാരും ധർമ്മം അനുഷ്ഠിക്കുന്നില്ല. അതുകൊണ്ടാണ്. കാരണം വേനൻ്റെ ദുർഭരണം കൊണ്ടാണ് രാജ്യം, ഈ ഭൂമി ഇങ്ങനെ ആയത്. എല്ലാവരും നന്മ ചെയ്യുകയാണെങ്കിൽ ഭൂമി കാമധേനുവിനെ പോലെ സർവസ്വവും കൊടുക്കും. അതാണ് ഭൂമിയുടെ പ്രകൃതം. ലേശം ഞാൻ എടുത്തു വെച്ചിട്ടില്ലേ ചോദിച്ചാൽ ഉണ്ട്. അതാർക്കാ? അത് ബ്രഹ്മചാരികൾക്കും സന്യാസിമാർക്കും വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അവർ പിന്നെ അധ്വാനിക്കൊന്നുമില്ലല്ലോ, അവരായിട്ടൊന്നും ചെയ്യണില്ല, അവർ തപസ്യ മാത്രമാണ്. അപ്പോൾ അവരെ നിലനിർത്തേണ്ടത് എൻ്റെ കടമയാണ്. അവർക്ക് പിന്നെ ഞാൻ കൊടുക്കും. ശരി, അപ്പം നീ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. കൃഷി ചെയ്യുക, ധാർമ്മികമായിട്ടുള്ള കാര്യം, ധർമ്മം അനുഷ്ഠിക്കുക. തൽക്കാലം ഇപ്പോൾ അവരുടെ വിശപ്പ് മാറാൻ എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്യാം, ഞാൻ പശുവിൻ്റെ രൂപത്തിൽ നിൽക്കല്ലേ, അതാത് വംശത്തിലുള്ള പ്രധാനപ്പെട്ട ആളെ പശുക്കുട്ടിയിട്ട് വന്നോട്ടെ, അവരെ വംശത്തിന് വേണ്ടത് ഞാൻ എന്ത് ചെയ്യാം? കൊടുക്കാം. അങ്ങനെയാണ് കറന്നെടുക്കുക എന്ന് പറയുക. ഇതാണ് യജ്ഞസംസ്കാരം. ഭൂമിയിൽ നിന്ന് അനുവാദം ചോദിച്ച് കറന്നെടുക്കുക. പശുവിനെ കറക്കുക എന്ന് പറഞ്ഞാൽ അനുവാദം ചോദിച്ചിട്ടാണ്, സ്നേഹത്തോടെയാണ്. പക്ഷെ ഇപ്പം നമ്മൾ കവർന്നെടുക്കുകയാണ്. ലേശം വ്യത്യാസമുണ്ട്. അതാണ് വ്യത്യാസം. പശുവിന് ധാരാളം തിന്നാൻ കൊടുത്ത് അതിനെ സ്നേഹിച്ച് അതിൻ്റെ അടുത്ത് പോയി വർത്തമാനമൊക്കെ പറഞ്ഞ് തലോടിയും കൊണ്ടാണെങ്കിൽ ധാരാളം പാല് കിട്ടും. നേരെ മറിച്ച് 10 ദിവസം പട്ടിണി കിട്ടിട്ട് ബക്കറ്റും കൊണ്ട് പോയി നോക്കൂ, ചവിട്ട് കിട്ടും. അതാണ് പ്രകൃതിയിൽ നിന്ന് ഇടയ്ക്ക് കിട്ടുന്ന ചവിട്ട്. എന്തുകൊണ്ടാണുള്ളത് ആലോചിക്കുക. ഇതാണ് യജ്ഞം. ഇങ്ങനെയാണ് നമ്മൾ കാമം അനുഭവിക്കേണ്ടത്, ഭഗവാന്റെ അനുവാദത്തോടു കൂടി. കർദമ പ്രജാപതി ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി അനുവാദം വാങ്ങിയിട്ട് വിവാഹം കഴിക്കുകയാണ്. അതാണ് ഇങ്ങനെ കാമം അനുഭവിക്കണം. അനുഭവിക്കേണ്ട പറയണില്ല, ഭഗവാനോട് അനുവാദം ചോദിച്ചും കൊണ്ട് അനുഭവിക്കുക. ഏതായാലും അങ്ങനെ ഓരോരോ വംശത്തിലുള്ളവർ ചെന്നു. അതാത് വംശക്കാർക്ക് വേണ്ടതൊക്കെ അവർക്ക് ലഭിച്ചു. ദേവന്മാർ പോയി അമൃത് കിട്ടി, അസുരന്മാർ പോയി മദ്യം കിട്ടി എന്ന് പറഞ്ഞാൽ അവർ സമീപിക്കുന്നതനുസരിച്ച് പ്രകൃതിയിൽ നിന്ന് ഓരോന്നും കിട്ടും. ഇവിടെ നേരെയാവാനും ചീത്തയാവാനുള്ള വഴി പ്രകൃതിയിലുണ്ട്. എന്ത് വേണമെന്ന് ആലോചിക്കുക, ആ വഴിക്ക് സഞ്ചരിക്കുക. സപ്താഹമുണ്ട്, വേറെ പലതും ഉണ്ട്. എന്താ വേണ്ടത്, എവിടെ പോയിരിക്കണം നമുക്ക് തീരുമാനിക്കാമെന്ന് അർത്ഥം. രണ്ടും ഭൂമിയിലുണ്ട്. അങ്ങനെ ഭൂമിയെ ഒന്ന് പരിഷ്കരിക്കും ചെയ്തു. ഇതിന് പകരമായിട്ട് ആര്? ഈ പൃഥു. അങ്ങനെ ഭൂമിക്കൊരു പേര് കിട്ടി, പൃഥുവിൻ്റെ മകൾ എന്നർത്ഥത്തിൽ. പൃഥ്വി എന്നൊരു പേര് അങ്ങനെയാണ് കിട്ടിയത്, പൃഥുവിൻ്റെ മകൾ എന്നർത്ഥത്തിൽ. ഏതായാലും അങ്ങനെ കഴിഞ്ഞു. ഐശ്വര്യങ്ങൾ ധാരാളം തൻ്റെ രാജ്യത്തിലുണ്ടായപ്പം അദ്ദേഹം ആലോചിച്ചു, എന്താ അപ്പം വേണ്ടു? ഭഗവാനോട് നന്ദി പറയണ്ടേ, യാഗം നടത്തിയാലോ, അശ്വമേധം തന്നെ ആവാം എന്ന് കരുതി അശ്വമേധ യാഗം നടത്താൻ തുടങ്ങി. 1 അല്ല 2 അല്ല 3 അല്ല, അങ്ങനെ 100 അശ്വമേധയാഗം. അതിൽ 99 എണ്ണായി. 99 ആയ സമയത്ത് ആര് വന്നു? 100ാമത്തെ യാഗം നടത്താനായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടപ്പം ഇന്ദ്രൻ വന്ന് അത് മുടക്കി. വേഷം മാറി വരും, തല മൊട്ടടിച്ച് ഭസ്മക്കുറൊക്കെ തൊട്ട് വരും, ഇടയ്ക്ക് കാവ് കൊണ്ടെടുത്ത് വരും, താടി നീട്ടി വരും. ഇങ്ങനെയൊക്കെ പല വേഷത്തിൽ ആളുകൾ ആദരിക്കുന്ന വേഷം കെട്ടി വന്ന് എന്ത് ചെയ്യുക? കളവ് ചെയ്യുക. അതിനാണ് പാഖണ്ഡ മതം എന്ന് പറയും. നമ്മുടെ ഒപ്പം നിന്ന് നമ്മളുടെ ആദരവുണ്ടാവണ വേഷമൊക്കെ കെട്ടും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ചെയ്യണതൊക്കെ അതിനെതിര്. ഇങ്ങനെയൊക്കെ കുറേ പേര് ലോകത്തുണ്ട്. ഇങ്ങനെ സന്യാസ വേഷം കെട്ടിയും കൊണ്ടും പലതും ചെയ്തിട്ട് മറ്റു പലതിനും വേണ്ടിയിട്ട് അധർമ്മം ചെയ്യുക. അങ്ങനെ അത് തുടങ്ങി വെച്ചത് ഇന്ദ്രനാണെന്നാണ് പറയുക. അങ്ങനെ ഇന്ദ്രൻ വന്ന് ഈ യാഗപശുവിനെ, കുതിരയെ കട്ടുകൊണ്ടുപോവുകയാണ്. പലതവണ അത് ആവർത്തിച്ചു. ഇന്ദ്രനെ മനസ്സിലാക്കി പൃഥ്വിരാജാവ്. അദ്ദേഹം യാഗത്തിന് അങ്ങോട്ട് എഴുന്നേൽക്കാൻ പുറപ്പെട്ടു. ഋഷീശ്വരന്മാർ പറഞ്ഞു, അങ്ങ് എഴുന്നേൽക്കണ്ട, അങ്ങോട്ടിരിക്കൂ, ഇന്ദ്രനെന്ന് ഉറപ്പില്ലേ, ഞങ്ങളിവിടെ എത്തിക്കാം ഇന്ദ്രനെ എന്ന് പറഞ്ഞ് അവർ ഇന്ദ്രൻ്റെ മന്ത്രം കൊണ്ട് ചൊല്ലി ആവാഹിക്കാൻ പുറപ്പെട്ടു. ഇന്ദ്രനെ തന്നെ ആരോ പിടിച്ചു വലിക്കും പോലെ ഇന്ദ്രൻ നേരെ സത്യലോകത്തേക്ക് പോയി ബ്രഹ്മദേവൻ്റെ സിംഹാസനം കണ്ട് പിടിച്ചു. ഇപ്പം എന്താ അവസ്ഥ വെച്ചാൽ ഹോമകുണ്ടത്തിൻ്റെ മുകളിൽ ഇന്ദ്രനും സിംഹാസനവും ബ്രഹ്മാവും. ഋഷീശ്വരന്മാർ സ്വാഹ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കഥ. ബ്രഹ്മാവ് ചോദിച്ചു, ഞാൻ ഈ കേസിൽ പുറത്തൊന്നുമല്ല, ഞാനെങ്ങനെ പടർത്തി, ഇയാൾ പിടിച്ചു കൊണ്ടുപോകുന്നതാണേ. അവിടെ വെച്ച് ബ്രഹ്മാവ് ചോദിച്ചു, പൃഥ്വിരാജാവേ അങ്ങേക്കിപ്പോൾ എന്താ വേണ്ടു? അങ്ങനെ തന്നെ ഇപ്പോൾ ഈ യാഗം നടത്തുന്നത് എന്നെ ഹോമിക്കാനാണോ? അല്ലല്ലല്ല, പിന്നെ എന്തിനാണ്? ഞാൻ ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടി യാഗം നടത്തുകയാണ്. എന്നാൽ പിന്നെ അങ്ങ് നിർത്തിക്കോളൂ, ഭഗവാനൊക്കെ എന്നോ സന്തോഷമായിട്ടുണ്ട്. എങ്ങനെ? അങ്ങയുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെ അങ്ങ് ഈ സൽക്കർമ്മം ചെയ്ത് പ്രജകളൊക്കെ നേരാവണ്ണം നോക്കണില്ലേ, അതുകൊണ്ട് തന്നെ ആര് സന്തോഷിച്ചിട്ടുണ്ട്? ഭഗവാൻ സന്തോഷിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ധർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ തന്നെ ഇനി വേറെ പൂജയുടെ ആവശ്യമൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ അതാണ്. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. മനസ്സ് ഭഗവാൻ അർച്ചിക്കുന്ന ആൾക്കിനി പുറമേക്കിനി വേറൊരു പൂജ ചെയ്യണമെന്നൊന്നുമില്ല. തൻ്റെ ഉദ്യോഗം തന്നെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നൊരു മണിക്കുട്ടി പൂജയുടെ ആവശ്യമൊന്നുമില്ല. ഇനി ആ പൂജ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? കേമായിട്ട് ദീപാരാധന കഴിക്കേണ്ടത് എന്ത്? ഇങ്ങനെ ദീപാരാധന കഴിക്കേണ്ട ഗതിക്ക് വന്നുവല്ലോ ഈശ്വര. വേറെന്തെല്ലാം എന്തിനാപ്പത്? അത് ഈശ്വരാർപ്പണമായ ഭക്തിയോടുകൂടി ചെയ്യാൻ വെച്ചാൽ പൂജയാവും. അതല്ലാതെ ചെയ്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അങ്ങ് തൽക്കാലം നിർത്തൂ, ഭഗവാൻ സന്തോഷിച്ചിട്ടുണ്ട്.
പിന്നെ അങ്ങ് അനവധി യാഗം ചെയ്യുമ്പം ഈ ഇന്ദ്രൻ അസൂയ കൂടുകയാണ്. ഈ ഇന്ദ്രൻ്റെ അസൂയ ഇല്ലാണ്ടിയാക്കാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കില്ല. ബ്രഹ്മാവായ ഞാൻ വിചാരിച്ചാലും സാധിക്കില്ല. പിന്നെ അങ്ങയോട് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങയോട് പറയുകയാണ് നിർത്തിക്കോളും എന്ന് കേട്ടതും ആര് നിർത്തി? പൃഥ്വിരാജാവ് നിർത്തി. ഇതാണ് അയാളുടെ യോഗ്യത. കാരണം അദ്ദേഹത്തിന് യാഗം നടത്തുമ്പോഴും മുടങ്ങിയപ്പോഴും ഒന്നും ഒരു പ്രശ്നമില്ല, മനസ്സിനിളക്കല്ല. നമുക്കോ ആവോ ആകെ വിഷമായി. എന്നാലും എന്താ അപ്പം അങ്ങനെ, എന്നാലും അങ്ങനെ എനിക്കിങ്ങനെ വരാൻ ഞാൻ അത്രയ്ക്ക് പാപിയാണോ, എന്താ ഇപ്പം അങ്ങനെ പറ്റി, ഇങ്ങനെ ആലോചിക്കില്ലേ? അദ്ദേഹത്തിനൊരു പ്രശ്നവുമില്ല. മുടങ്ങിയപ്പോൾ നന്നായി, നടന്നപ്പോൾ നന്നായി. മുടങ്ങിയപ്പോൾ അദ്ദേഹം എന്ത് കണക്കാക്കി? 99 മുടങ്ങിയത് നന്നായി. 100 നടത്തിയ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് 100 യാഗം നടത്തിയവെന്നൊരു അഹങ്കാരം ഉണ്ടായാലോ? അതുണ്ടാവണ്ട കരുതി ഗുരുവായൂരപ്പൻ മുടക്കി. ആര് മുടക്കി? ഗുരുവായൂരപ്പൻ മുടക്കി പോലെ ദേഷ്യമല്ല, നന്നായി എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമുക്കങ്ങനെ ഉണ്ടാവും ഇല്ലേ? നമ്മൾ എണ്ണം പിടിക്കുന്നുണ്ട് ഓരോ സപ്താഹം കഴിയുമ്പോൾ ഇല്ലേ? എത്രാമത്തെയാ എണ്ണൊക്കെ പിടിക്കുന്നുണ്ട് ഇല്ലേ? അങ്ങനെ എത്രയാ എന്ത് 100 പറയാനാ? എന്ത് 100 സപ്താഹം അല്ലെങ്കിൽ 50? ഞാനൊന്നും എണ്ണം തന്നെ പിടിച്ചില്ല എത്ര എണ്ണം നടത്തി. അറിയില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ആലോചിക്കണം ഓരോന്ന് നടത്തൽ എത്ര ഉണ്ടെന്നല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അതൊരു കേമത്തല്ല. അത് പറയണ്ട. ഇനിയിപ്പോൾ എണ്ണം പിടിച്ചില്ല അവരുടെ അത് കേമത്തല്ല, അത് കേമത്തായിട്ട് പറയാം. ഇടയ്ക്കിടയ്ക്കത്ത് ഞാൻ എണ്ണം നോക്കാറില്ല, അതും വയ്യല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു തരം എന്താണ്, എന്താ, ഇതൊക്കെ ഒരു അഹന്തയാണ്. സൽക്കർമ്മങ്ങളിലും എന്ത് ചെയ്യുക? അതിലഭിമാനിക്കുക. ഒരു ഏകാശി പോലും ഞാൻ മുടക്കിയില്ല തിരുമേനി. എന്താണ്? ഉപ്പുമാവ് കഴിച്ചും കൊണ്ടാ? ആയിക്കോട്ടെ, എന്നാലും അങ്ങനെയൊക്കെ പറയണവരുണ്ട് അല്ലേ? എത്ര കാലമായി എന്നറിയോ? എന്ന് പറഞ്ഞാൽ ഞാൻ മുടക്കിയില്ല, എല്ലാ കൊല്ലം മലയ്ക്ക് പോകും എന്നൊക്കെ പറയുമ്പോൾ എന്താ വിഷയിച്ചാൽ അതിലെന്ത് ചേർക്കണം? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എന്ന് ചേർക്കണം. പറയണ കുഴപ്പമൊന്നുമില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒരു ഏകാശിയും മുടക്കിയില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സപ്താഹപ്പത്തരൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എല്ലാ കൊല്ലം മലയ്ക്ക് പോകാൻ പറ്റാറ് ഭഗവാൻ അങ്ങനെ പറയണം. അതല്ലാണ്ട് ഭഗവാന്റെ കാരുണ്യം എന്ന് മാറ്റി വെച്ച് പറഞ്ഞാൽ അത് സജ്ജനങ്ങൾ ആദരിക്കില്ല, അതിന് വലിയ ബഹുമാനം കൊടുക്കൂല. അവരുള്ളിൽ വിചാരിക്കുക അഹന്തയ്ക്കൊരു കുറവുമില്ല എന്നേ വിചാരിക്കുള്ളൂ. ഇദ്ദേഹത്തിന് എന്താ വിഷയം വെച്ചാൽ 99 യാഗം ചെയ്ത് മുടങ്ങിയപ്പോൾ സന്തോഷിച്ചു, നന്നായി. ഏതായാലും ആ അഹന്ത ഇല്ലാണ്ട കഴിഞ്ഞു. 100 കഴിഞ്ഞ് ചിലപ്പോൾ എനിക്കെന്തുണ്ടാവും? വലിയ സദസ്സിലേക്ക് പോകുമ്പോൾ 100 യാഗം ചെയ്തവനാണേ എന്നൊരു ഭാവം വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ അതില്ലാണ്ട കഴിഞ്ഞു എന്ന് കണക്കാക്കി അദ്ദേഹം അതുപോലും ഈശ്വരാനുഗ്രഹമായിട്ട് കണക്കാക്കി. ഈ ഒരു മനോഭാവമാണ് നമുക്കും വേണ്ടത്. കാമം അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. ആഗ്രഹം തെറ്റൊന്നുമല്ല, ആഗ്രഹം നടക്കണം എന്നുള്ള വാശി വേണ്ട, എന്നാലും മതി. എന്താണ്? അത്രയേ വേണ്ടു. വീട് വെക്കണമെന്ന് ചിന്ത ഉണ്ട്, തെറ്റൊന്നുമില്ല. വീട് വെച്ചില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ പറ്റുമോ? എന്നാൽ കുഴപ്പമില്ല. അങ്ങനെ വേണം കാമം. ആഗ്രഹം നടന്നാൽ നടന്നു, ഇല്ലെങ്കിൽ ഇല്ല. നടന്നില്ല വെച്ചാൽ ഞാൻ എങ്ങോട്ടും പോകണമൊന്നുമില്ല, ആകെ ഡസ്പായിട്ടിരിക്കൂല. മറ്റേത് അങ്ങനെയല്ല, എപ്പോഴും അങ്ങനെ അതെന്നെ ചിന്തിച്ച് ഒരു ദിവസം അറ്റാക്ക് വന്ന് മരിക്കും ചെയ്യും ചിന്ത കൊണ്ട്. അതൊന്നും വേണ്ട, അത്രേ പറയണുള്ളൂ. അതാണ് കാമം എന്ന പുരുഷാർത്ഥം ഈ പൃഥ്വിചരിത്രത്തിൽ പറയാൻ കാരണം. അദ്ദേഹം അതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നു, അങ്ങനെ കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഈ സമചിത്തവർത്തിത്വം ആണ്. മനസ്സ് അടങ്ങിയിരിക്കുന്നത് കണ്ടപ്പം ഭഗവാൻ അദ്ദേഹത്തെ കാണാൻ മോഹം വന്നു. എന്ത് വരാ വേണ്ടു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഒന്നും വേണ്ടാന്ന്. വീണ്ടും നിർബന്ധിച്ചപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു വരം തന്നേക്കും. എത്രയോ ദിക്കിൽ സപ്താഹം നടക്കുന്നുണ്ട്, ഇത് മുഴുവൻ കേൾക്കാനൊന്നും എനിക്ക് സാധിക്കുന്നില്ല ഈ ഭരണത്തിൻ്റെ തിരക്ക് കൊണ്ട്. അതുകൊണ്ട് അവിടെ പോയിരുന്ന് ഇതൊക്കെ ഒന്ന് കേൾക്കാൻ പാകത്തിനൊരു ശ്രദ്ധ, സമയം. അത് അദ്ദേഹം ചോദിച്ചത് മഹത്തമാന്തർഹൃദയാൻ മുഖച്യുതോ വിധത്സ്വ കർണായുതമേഷമേ വരാ. മഹാത്മാക്കൾ അങ്ങനെ അറിഞ്ഞ് അനുഭവിച്ച് അവരങ്ങനെ അത് പറയുമ്പം അവരെ പുറമേക്ക് അങ്ങനെ ഒഴുകി വരുന്ന ആ ഭാഗവത ഗംഗ അത് ആസ്വദിക്കാൻ പാകത്തിന് 1000 സ്വർണ്ണ ചഷകങ്ങളാകുന്ന ചെവികൾ തന്ന് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത്രയും കേമനായിട്ടുള്ള പൃഥ്വിരാജാവ് പോലും എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരൊറ്റ കാര്യമാണ്, ഭാഗവതം കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കിത്തരൂ. ഇതാണ് നമ്മളും പ്രാർത്ഥിക്കേണ്ടത്. അഥവാ പ്രത്യക്ഷപ്പെട്ടു വിചാരിക്കുക ഭഗവാൻ, സാധ്യത കുറവാണ്. എന്താ വെച്ചാൽ ലിസ്റ്റുണ്ട് കയ്യിലേ, വേറെ എന്തൊക്കെയോ ലിസ്റ്റായിട്ടിരിക്കുകയാണ്. അപ്പം അഥവാ വന്നു വെച്ചാൽ എന്തേ പറയേണ്ട, ലിസ്റ്റൊക്കെ മടക്കി വയ്ക്കുക. ഭഗവാനെ എനിക്ക് സപ്താഹം കേൾക്കാനുള്ള അവസരം എങ്ങനെ ഉണ്ടാക്കുക, അത്രമാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് പറയാണ് വേണ്ടത്. ഇന്ദ്രനപ്പുറത്തിരിക്കുന്നുണ്ട്. ഇന്ദ്രൻ ആർത്തിയാണ്, ആഗ്രഹം മാത്രം. ഭോഗിയാണ് ആര്? ഇന്ദ്രൻ. ഇന്ദ്രൻ്റെ പേരെന്താ വെച്ചാൽ 1000 കണ്ണുള്ളവൻ എന്നൊരു പേരുണ്ട്, സഹസ്രാക്ഷ എന്ന് ഇന്ദ്രന് പേരുണ്ട്. ഇന്ദ്രൻ ആ കണ്ണ് കിട്ടിയത് എങ്ങനെയാണുള്ളത്? അഹല്യേൻ്റെ പിന്നാലെ പോയിട്ടാ, അങ്ങനെയാണ് ശാപം കിട്ടിയതാ. അതൊക്കെ ആ കഥ ശ്രദ്ധിക്കുക, എങ്ങനെ കിട്ടിയെന്നുള്ളത്. കാമത്തിൻ്റെ പ്രതീകമാണ് കണ്ണ്, ചെവി എന്തിൻ്റെ പ്രതീക? ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്.
അപ്പോൾ കണ്ണ് വേണമെന്നല്ലടാ ആഗ്രഹിക്കേണ്ടത്, ചെവി വേണമെന്ന് ആഗ്രഹിക്കുക എന്നൊരു ധ്വനി ആണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്, വിധത്സ്വ കർണായുതമേഷമേ വര, ഒരു 10,000 ചെവികൾ തന്ന് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞാൽ മേലാസകലം ചെവി അങ്ങനെയല്ല, ശ്രദ്ധ ആണ്. ഭാഗവതം പറയുമ്പം അതാസ്വദിച്ച് കേൾക്കാൻ സാധിക്കണം, കണ്ണിന്ന് കണ്ണീരും രോമാഞ്ചവും വരണം. അങ്ങനെ ഭാഗവതം ഉൾക്കൊള്ളാനുള്ള ആ ഒരു കഴിവ് തരണേ എന്ന് പ്രാർത്ഥന. ഇതാണ് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത്. അവിടേക്ക് ഏതായാലും സത്സംഗം അദ്ദേഹത്തിന് തരായി. ഉടനെ തന്നെ ആവശ്യപ്പെട്ടതും ഭഗവാനോട് അഭ്യർത്ഥിച്ചതും സനകാദികൾ അവിടേക്ക് എഴുന്നള്ളി അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം തൊഴുതു നമസ്കരിച്ചു സനകാദികളെ. അവരോട് എന്തനുഷ്ഠിച്ചാലാണ് ഈ ജന്മം സഫലമാവുക എന്നൊരു ചോദ്യം പൃഥ്വിരാജാവ് ചോദിച്ചു. പൃഥ്വിരാജാവിന് വേണ്ടി ചോദിച്ചതല്ല, പ്രജകൾക്ക് വേണ്ടി ചോദിക്കുകയാണ്. കാരണം പ്രജകളെ നമ്മൾ അവർക്ക് വേണ്ട പണം ഉണ്ടാക്കാനുള്ളത് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. മക്കൾക്ക് പണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? സംസ്കാരം കൊടുക്കണ്ടേ? ഒരിക്കലും കയ്യിൽ നിന്ന് വീണു പോവാത്ത കാര്യം കൂടിയും കൊടുക്കണം. അതാണ് ഈശ്വരൻ. ഈശ്വരനെ കൂടി കൊടുത്താലേ അവർക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഭാവിയിൽ അവർക്ക് മരണഭയം വരും. ആ മരണഭയത്തെ അതിജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഈശ്വരനെ കൊടുക്കണം എന്ന് മനസ്സിലാക്കിയ രാജാവ് തൻ്റെ പ്രജകൾക്ക് സത്സംഗം, ഈ ഉപദേശം അവരും കേൾക്കട്ടെ കരുതിയിട്ടാണ് ഈ ചോദ്യം, എന്തനുഷ്ഠിച്ചാലാണ് ഈ ജന്മം സഫലമാവുക. അവർ പറഞ്ഞു, രാജാവെ അങ്ങേക്ക് അറിയാനായിട്ട് ചോദിക്കുന്നല്ല, ഞങ്ങൾക്കറിയാം, എന്തായാലും ചോദിച്ചതിക്ക് ഉത്തരം പറഞ്ഞേക്കാം. ഇവിടെ മനുഷ്യനായിട്ട് ജനിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമ്മളെന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെ ജനിച്ചു. ഇനി മനുഷ്യനായിട്ട് കാര്യമില്ല, മനുഷ്യത്വം ഉണ്ടാവുക വളരെ പ്രയാസമാണ്. മനുഷ്യൻ്റെ രൂപമൊക്കെ ഉണ്ടാവും, സ്വഭാവമൊക്കെ വേറെ പലതിൻ്റെയാവും. അങ്ങനെയാണ് കാണുക അധികം ലോകത്ത്. അത് കുത്തനെ നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. വിലങ്ങനെ നടക്കുന്ന ജന്തുക്കളുടെ സ്വഭാവമായിരിക്കും കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് മനുഷ്യത്വം ഉണ്ടാവലും വളരെ പ്രധാനം തന്നെയാണ്. മറ്റുള്ളവൻ്റെ വേദന അറിയാനുള്ള ശേഷി. ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ തനിക്കുണ്ടെങ്കിൽ അത് അയാൾക്ക് കൊടുക്കാണ്ട് കഴിക്കാൻ പറ്റാണ്ടാവണം. എന്താണ്, എനിക്ക് വിശക്കണുണ്ട്, തൊട്ടടുത്തിരിക്കുന്ന ആൾക്കും വിശക്കണുണ്ടെങ്കിൽ അയാൾക്ക് കൊടുത്തിട്ട് കഴിക്കണം. അതൊക്കെ ഒന്ന് കുറവാണ്. അതാണ് ബുദ്ധിമുട്ട്. പറയുമ്പോൾ പഠിപ്പൊക്കെ ഉണ്ട്, നല്ല വിവരമുണ്ട്, പഠിപ്പുണ്ട്, പക്ഷേ ഇത് നിശ്ചയില്ല. കൊടുത്തിട്ട് കഴിക്കണം എന്നുള്ള തോന്നലുണ്ടാവണില്ല. അതാണ് മനുഷ്യത്വം. മുമുക്ഷുത്വം. ഇനി ആ മനുഷ്യത്വമുള്ളവർ വളരെ കുറവാണ്. ഇനി ആ മനുഷ്യത്വം ഉണ്ടെങ്കിലും ഈശ്വര വിചാരമുള്ളവർ കുറവാണ്. നന്മയുള്ളവരുണ്ടാവാം, പക്ഷെ അവിടെ ഈശ്വര എന്നുള്ള വിചാരം ഉണ്ടായിക്കോളുന്നില്ല. ഈശ്വര എന്നുള്ള വിചാരം ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന്, നന്മ കുറച്ച് കഴിഞ്ഞ് നഷ്ടപ്പെടും. എന്താണ്, എല്ലാ കാലത്തും ഉണ്ടാവില്ല നന്മ. കുറച്ച് കഴിയുമ്പം ആൾ മാറിയേക്കാം. നേരെ മറിച്ച് ഈ അടിസ്ഥാനം ഇതങ്ങോട്ട് ഉറപ്പിച്ചാൽ പിന്നെ ഒരിക്കലും നന്മ ഉള്ളെന്ന് പോവില്ല. അതുകൊണ്ട് ഈശ്വര എന്നുള്ള വിചാരമുള്ളവർ കുറവാണ്. ഇനി ആ വിചാരം ഉണ്ടായിട്ട് കാര്യമില്ല, മുമുക്ഷുത്വം ഉണ്ടായിട്ട് കാര്യമില്ല. അതിനുള്ള അവസരം വേണ്ടേ? മുക്തി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല, അതിനുള്ള അവസരം വേണ്ടേ? സത്സംഗം വേണ്ടേ? ഋഷീശ്വരന്മാരെ കാണാൻ സാധിക്കണ്ടേ? മഹാത്മാക്കളെ കാണാൻ സാധിക്കണ്ടേ? അതും കുറവാണ്. പക്ഷെ അങ്ങേക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സത്സംഗം സാധിക്കുന്നുണ്ടല്ലോ രാജാവേ എന്ന് പറഞ്ഞ് ആ രാജാവിനെ അനുഗ്രഹിച്ചു. അങ്ങനെ രാജാവ് ദക്ഷിണയൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയച്ചു. പിന്നെ രാജാവ് ആലോചിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? പ്രജകൾക്കെല്ലാം കൊടുത്തു. പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും ഉപദേശിച്ചു. നമ്മൾ പ്രവൃത്തി മാത്രമേ പറയാറുള്ളൂ, നിവൃത്തിയെപ്പറ്റി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അവിടെ ബുദ്ധിമുട്ട്, അതും പറഞ്ഞു കൊടുക്കണം. ഒരു സമയം കഴിഞ്ഞാൽ നിവൃത്തി. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറക്കല്ലേ, പിന്നെ കയറ്റാണോ, പിന്നെ ക്ഷീണിക്കുക ചെയ്യുക. ആ സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഈ ആധ്യാത്മവിദ്യയൊക്കെ എന്തിനാ ചോദിച്ചാൽ, ഒരു പ്രായം കഴിഞ്ഞാലാണ് ഇതൊക്കെ നമുക്ക് ഉപകരിക്കുന്നുണ്ടോ ഇല്ലേ മനസ്സിലാവുക. അത് വാർദ്ധക്യത്തിലാണ്, ചെറുപ്പത്തിലല്ല. വാർദ്ധക്യ സമയത്ത് വിഷമിക്കാണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ടോ, അതിനു വേണ്ടിയാണ് ഇപ്പോഴേ ഇതൊക്കെ അഭ്യസിക്കണമെന്നാണ്. അതുകൊണ്ട് നിവൃത്തി മാർഗം. ഒരു കാറ് വാങ്ങുമ്പോൾ നമ്മൾ ഓടുണ്ടോ എന്ന് മാത്രമാണോ നോക്കുക? ആണോ? ബ്രേക്ക് ഉണ്ടോ നോക്കണ്ടേ? നിർത്തണ്ടേ? അപ്പം പ്രവൃത്തിയും നിവൃത്തിയും അതും ഉപദേശിച്ചു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി തനിക്ക് പോകേണ്ട സമയമായി എന്ന് കണക്കാക്കി അദ്ദേഹം തൻ്റെ മകനെ രാജ്യഭാരം ഏൽപ്പിച്ച് കാട്ടിലേക്ക് ഇറങ്ങി. പത്നിയും കൂടെ പോയി. രണ്ടുപേരും യോഗമാർഗത്തിലൂടെ ശരീരം ഉപേക്ഷിച്ചു. ഒരുമിച്ച് വന്ന് ഒരുമിച്ച് ധർമ്മം അനുഷ്ഠിച്ച് ഒരുമിച്ച് പോയവരാണ് പൃഥുവും അർച്ചിസും എന്നാണ് അവരുടെ പ്രത്യേകത. അതാണ് ഈ കഥയ്ക്ക് വലിയ പ്രത്യേകത ഉണ്ടെന്ന് പറയും. കാരണം ഇത്രയ്ക്കധികം ഫലശ്രുതിയുള്ളൊരു കഥ ഭാഗവതത്തിൽ വേറെ ഇല്ല. ആരാണോ അത് വായിക്കുന്നത് അവർക്ക് അസ്പഷ്ട കീർത്തി സുയശ മൂർഖോ ഭവതി പണ്ഡിത. കീർത്തി ഇല്ലാത്തവന്, സൽപ്പേരില്ലാത്തവന് സൽപ്പേരുണ്ടാവും. മൂർഖോ ഭവതി പണ്ഡിത, വിവരമില്ലാത്തവൻ വിവരമുള്ളവനാവും. ഇത് വായിച്ചാൽ എന്ന് പറഞ്ഞ അർത്ഥം വായിച്ചാൽ അങ്ങോട്ട് ഉണ്ടാവുന്നല്ല. ഈ പൃഥുവിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് എനിക്കും കൂടി വേണം തോന്നും ഇത് വായിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ആ ഗുണം നമുക്കുണ്ടെങ്കിൽ എന്താ സംശയം? എല്ലാവരും അവരെ ഇഷ്ടപ്പെടുകയുള്ളൂ. ധന്യം യശസ്യം ആയുഷ്യം സ്വർഗ്യം കലിമലാപഹം ധർമാർത്ഥകാമമോക്ഷാണാം സമ്യക് സിദ്ധിമഭിപ്സുഭിഹി. അങ്ങനെയൊക്കെ അനുദിനമിതമാദരേണ ശൃണ്വൻ. ദിവസവും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭഗവതി ഭവസിന്ധു ബോധപാദേ സചനിപുണാം ലഭതേ രതിം മനുഷ്യ.
ഭഗവാനിൽ രതി ഉണ്ടാവും, ഭക്തി വർദ്ധിക്കും, ഈ സംസാര സാഗരത്തെ എളുപ്പം തരണം ചെയ്യാൻ സാധിക്കും. ഇതാണ് ഏറ്റവും വലിയ ഫലം ഈ പൃഥുചരിത്രം വായിച്ചാൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ കഥകൾ കേട്ട് ഈ പൃഥുവിൻ്റെ ഗുണം നമ്മൾ നമ്മുടെ ഗുണമാക്കി മാറ്റണം. എന്ത് ജീവിതത്തിൽ വന്നാലും പരാതില്ല, ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം. ജയിച്ചാലും തോറ്റാലും. ഇതിപ്പോൾ അങ്ങനെയാണോ? ജയിച്ചാൽ എൻ്റെ കൈമത്തും, തോറ്റാൽ ഭഗവാന്റെ കുറ്റമാണ് അല്ലേ? ജയിച്ചാൽ പഠിച്ചോണ്ടാ, ഉറക്കമൊഴിഞ്ഞ് പഠിച്ചുകൊണ്ട്, തോറ്റാലോ തോറ്റുപോയി, ടീച്ചർ നേരാവണ്ണം നോക്കായിട്ടാണ് തോന്നുന്നുണ്ട്, നോക്കണേ, അത് ഭഗവാന് കൊടുത്തു. കൃഷി ചെയ്ത് നേരെയായാൽ എൻ്റെ കേമത്തെന്നാണ് പറയുക. ഞാൻ നനച്ചുകൊണ്ട്, ഞാൻ ശ്രദ്ധിച്ചതുകൊണ്ട് അഥവാ ഒന്ന് നശിച്ചു പോയി വിചാരിക്കുക, ഭഗവാൻ ഇങ്ങനെ പറ്റിക്കും നമ്മൾ ആരെങ്കിലും വിചാരിക്കുമോ? എന്നാൽ നേരെയായാലും ഭഗവാന് കൊടുക്കണം, അതില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ടൊക്കെ നേരെ, അങ്ങനെയല്ലേ പറയേണ്ടത്? അത് പറയില്ല. അതിനോടെയാണ് കുഴപ്പം. ഇദ്ദേഹം രണ്ടും ഭഗവാനാണ്. നേരെയാവണതും നശിക്കുന്നതും ഒക്കെ ഭഗവാന് കൊടുത്തു. ഇങ്ങനെയാണ് ലോകത്ത് കഴിയേണ്ടത്. ഈ വംശത്തിലാണ് ബർഹിഷത്ത് എന്ന രാജാവ്. ആ രാജാവിൻ്റെ മക്കളാണ് പ്രജതസ്സുകൾ. ബർഹിഷത്തിൻ്റെ കർമ്മഠത്വം ഈ മക്കൾക്ക് ലഭിച്ചില്ല, എന്തോ ഭാഗ്യം. അവർ ഭഗവാനെ തപസ് ചെയ്യാനായിട്ട് പുറപ്പെട്ടു. പടിഞ്ഞാറ് ആ ഭാഗത്ത് അവിടെ തീർത്ഥത്തിലിറങ്ങി നിന്ന് അവർ തപസ് ചെയ്യുകയാണ്. അവർക്ക് തപസ് ചെയ്യാൻ ജപിക്കാനുള്ള മന്ത്രം പറഞ്ഞു കൊടുത്തത് ഭഗവാന്റെ ഭക്തനായ മഹാദേവനാണ്. ആ ഗീതമാണ് രുദ്രഗീതം. വിഷ്ണു ഭഗവാനെ സ്തുതിച്ചും കൊണ്ടുള്ള മന്ത്രം ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ശിവൻ. നോക്കണേ, അത് തന്നെ മനസ്സിലായിക്കൂടെ? അവർ തമ്മിൽ എന്തില്ല, അവർ തമ്മിലൊരു പ്രശ്നവുമില്ല. നമ പങ്കജനാഭായ, ഇങ്ങനെയാണ് ആ മന്ത്രം തന്നെ വരുന്നത്. രുദ്രഗീതം എന്ന് കേൾക്കുമ്പോൾ പലരും ധാരണ എന്താ വെച്ചാൽ രുദ്രനെ പറ്റി പറയണ ഗീതം എന്നാ. അല്ല, രുദ്രനാൽ ഉപദേശിക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. രുദ്രനാണ് ഉപദേശിച്ചത് ആരെപ്പറ്റി? വിഷ്ണു ഭഗവാനെ പറ്റി. വിഷ്ണു ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ഗീതം, അതാണ് രുദ്രഗീതം. ശിവഗീതം, യോഗാദേശം, ഭഗവസ്തവം, ഇങ്ങനെയൊക്കെ പല പേരും ഈ ഒരു പ്രസിദ്ധമായ മന്ത്രത്തിനുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ശിവനോട് തന്നെ പ്രാർത്ഥിക്കേണ്ട ശിവഭക്തനാക്കണം എന്നല്ല, ഹരിഭക്തനാക്കണം എന്നാണ്. കാരണം ഏറ്റവും വലിയ ഹരിഭക്തനാരാ? അത് ശിവനാണ്. ഹരശങ്കര ശിവശങ്കര ദുരിതങ്കള ശിവനേ ഹരിദാസ്യമടനിശം മമ വളരാൻ വഴി വരണേ. ഹരിദാസനാക്കണം എന്നാ പറഞ്ഞത്. ആരോട്? ഹരശങ്കര ശിവശങ്കര ദുരിതങ്കള ശിവനെ ഹരിദാസ്യം എന്നാണ് പറഞ്ഞത്, ശിവദാസ്യം എന്നല്ല. നമുക്കത് ഇഷ്ടപ്പെടും. തിരുമേനി എന്താ നല്ലൊരു ആചാര്യൻ്റെ നമ്പർ തരും. ആരോട്? നമ്മളോട്. നല്ല കഥ തന്നെ, നമ്മളല്ലാണ്ട് വേറൊരാളെ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ അവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അഹന്ത ഒട്ടുമില്ല. ശിവൻ വിഷ്ണു ഭഗവാന്റെ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒക്കെ ഒന്ന് തന്നെ. ശിവനും വിഷ്ണുവൊക്കെ ഒന്ന് തന്നെ. എളുപ്പത്തിൽ അവർക്ക് അവരുടെ ബുദ്ധി വെച്ച്, അവരുടെ സമ്പ്രദായം വെച്ച് അവർക്ക് സൗകര്യം വിഷ്ണുവിൻ്റെ രൂപമാണ്. അതുകൊണ്ട് ശിവൻ തൻ്റെ തന്നെ വിഷ്ണുവായിട്ടിരിക്കുന്ന രൂപത്തെ പറ്റി പറഞ്ഞു കൊടുത്തു. അവർക്ക് എളുപ്പം കിട്ടട്ടെ എന്ന് കരുതിയിട്ട്. അത്രയേ ഉള്ളൂ, അതാണ് താല്പര്യം. എന്തായാലും അങ്ങനെ രുദ്രഗീതം അവർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആ രുദ്രഗീതം ചൊല്ലിയതിൻ്റെ ഫലമായിരിക്കും കേട്ടോ, അവരച്ഛൻ നേരെയായി. അച്ഛനാണെന്ന് വെച്ചാൽ കർമ്മഠൻ. കർമ്മഠൻ എന്ന് പറഞ്ഞാൽ കർമ്മം അങ്ങനെ ചെയ്യും, എന്തിനെന്ന് ആലോചിക്കില്ല. ഇത് ലോകത്തിന് ഉപദ്രവമാണോ ഉപകാരമാണോ ചിന്തിക്കില്ല. ഉപദ്രവമാണെങ്കിൽ മാറ്റണ്ടേ? നമ്മളൊക്കെ ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കണം. ഇതുകൊണ്ട് ലോകത്തിന് ഉപദ്രവം ഉണ്ടെങ്കിൽ മാറ്റണം. അതല്ല പണ്ടേ നടന്നു വരുന്നതാ, 40-48 കൊല്ലമായിട്ട് ഇവിടെ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്നിപ്പോൾ ആരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും ഇങ്ങനെ ഒരു ഉപദ്രവമുള്ള കാര്യം. അന്നത്ര കാലത്തിനനുസരിച്ച് മാറ്റണ്ടേ? പണ്ടത്തെ പല കാര്യങ്ങളും നമ്മൾ മാറ്റിയിട്ടില്ലേ? ഒക്കെ അങ്ങനെ തുടരുന്നുണ്ടോ? എന്തൊക്കെ മാറ്റി, എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നർത്ഥം. അപ്പം അങ്ങനെ മാറാതെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? കർമ്മഠത്വം എന്ന് പറയുക. ഇദ്ദേഹം എന്താ വിഷയം വെച്ചാൽ ജന്തുക്കളെ ഹോമിച്ചും കൊണ്ടാണ് യാഗം. അത് പുണ്യകർമ്മം എന്നുള്ള മട്ടിലാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത് ഭാഗവത്തിന് വലിയ യോജിപ്പില്ല. അതുകൊണ്ടാണ് ഈ കഥ ഇവിടെ വന്നത്. എന്തൊക്കെ പറഞ്ഞാലൊക്കെ ഭഗവാന്റെ സന്തതികൾ അവിടെ ഉള്ളവരൊക്കെ ജീവജാലങ്ങൾ. നമ്മൾ നമ്മുടെ സന്തോഷത്തിന് അതിനെ വെട്ടിക്കൊന്ന് ഹോമിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിശ്വസിക്കാൻ. അപ്പം ഇദ്ദേഹം ചെയ്യണത് അങ്ങനെയാണ്. പ്രാണികളെ ഹോമിച്ചും കൊണ്ട് അങ്ങനെ യാഗം ചെയ്യുന്നു. അങ്ങനെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അനവധി യാഗം, കണക്കില്ല. അതൊരു ഹോബിയാണ്. അങ്ങനെ ചെയ്യണ യാഗം ചെയ്യുക ഒരു ഭ്രമം. എത്ര ജന്തുക്കളെ കൊന്നിട്ടുണ്ടാവും. ഇങ്ങനെ അദ്ദേഹം ദർഭ വിരിച്ച് യാഗം ചെയ്യുമ്പോൾ ദർഭ വിരിക്കണം കിഴക്കോട്ട്. അങ്ങനെ ദർഭ വിരിച്ച് ഭൂമി മൂടി. ഇയാൾ ദർഭവിരി കാരണം. അങ്ങനെ ഭൂമിക്ക് ദർഭ കൊണ്ട് പന്തലിട്ടവൻ എന്ന ആളിൽ വിളിക്കാൻ തുടങ്ങി. കിഴക്കോട്ട് ദർഭ വിരിക്കുന്നവൻ ഇതാ വരുന്നുണ്ട്, കിഴക്കോട്ട് ദർഭ വിരിക്കുന്നവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇയാൾക്ക് പേര് പ്രാചീന ബർഹിസ് എന്നായി മാറി. ചെയ്യണ കർമ്മം ലോകത്തിന് ഉപദ്രവമാണോ ഉപകാരമാണോ ഇതിനെപ്പറ്റി നാട്ടുകാർക്ക് എന്താ അഭിപ്രായം എന്നൊന്നും നോക്കാൻ ഇയാൾക്ക് നേരമില്ല. യാഗം ചെയ്ത അടുത്ത യാഗം അതങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് മാറിയിരുന്ന അടുത്ത ദർഭ വിരിച്ചു അവിടെ ഇരിക്കുക, പിന്നെ യാഗം ചെയ്യുക. ഇങ്ങനൊരു സ്വഭാവം. എന്തിനാ ചോദിച്ചാൽ സ്വർഗം കിട്ടാൻ. ഇത് കഴിഞ്ഞാലേ എവിടെ മരിച്ചാലേ അറിയുള്ളൂ, അല്ലാണ്ട് നമുക്കറിയുമോ അപ്പോൾ അവിടെ പോയാൽ സ്വർഗ്ഗമാണോ നരകാണോ എന്താണുള്ളത്. പക്ഷെ അങ്ങനെ വിചാരിക്കുകയാണ്. എന്നാൽ ഇവിടെ വലിയ കഷ്ടം അയാളുടെ കഥ. പക്ഷെ അയാൾ പറയണത് എന്താ വെച്ചാൽ അത് നോക്കണ്ട,
അവിടെ സുഖ. എന്തിനാ അങ്ങനെ ഒരു സുഖം? ഇവിടെ കുറച്ചൊരു സമാധാനം വേണ്ടേ? ഇവിടെ നമ്മൾ ആരും ദ്രോഹിക്കാണ്ട, വലിയ വിഷമമില്ലാണ്ട്, വലിയ സുഖം വേണമെന്നില്ല, അധികം ദുഃഖമൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ടിരിക്കുക, ആരെയും ഞാൻ ഉപദ്രവിക്കാനില്ല എന്നുള്ള മട്ടിലിരിക്കുകയല്ലേ വേണ്ടത്. അതാണ് കർമ്മഠത്വം എന്നാണ് അതിന് പറയുക. അത് നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. പണ്ടൊരാൾ ആകളുള്ളത് ചെമ്പ് പാത്രം, ഭിക്ഷാപാത്രം, അതുമായിട്ട് അദ്ദേഹം പോയതാണ്, ഒന്നുമില്ല സ്വന്തമായിട്ട്. അങ്ങനെ അദ്ദേഹം കാവ്യം കൊണ്ട് കൊടുത്ത് ഭിക്ഷാപാത്രമായിട്ട് അദ്ദേഹം പോയി കാശിക്ക് പോയതാണ്. അപ്പോൾ അദ്ദേഹം കുളിക്കാനായിട്ട് ഗംഗയിലേക്ക് മുങ്ങാൻ പുറപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ പാത്രം പുറത്തു വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, അയ്യോ ഇതിങ്ങനെ പുറത്ത് വെച്ചാൽ എന്താ കുഴപ്പമില്ല, ആരെയും കൊണ്ടുപോയി ആകളുള്ളൊരു പാത്രം, ഇപ്പം ആരെങ്കിലും കൊണ്ടുപോയാൽ പോവില്ലേ കരുതിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അത് ഒരു മണലുണ്ടല്ലോ അവിടെ, അതൊന്ന് മാന്തിയിട്ട് അതിൽ കുഴി കുഴിച്ചിട്ട് അവിടെ താഴ്ത്തി വെച്ചിട്ട് മൂടിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത്രയും കുറേ സ്ഥലമായതുകൊണ്ട് മുങ്ങി വരുമ്പോഴേക്കും എവിടെയാണ് വെച്ചതെന്ന് മറന്നു പോയാലോ കരുതി അദ്ദേഹം എന്ത് ചെയ്തു, വെറുതെ ഒരു ചിഹ്നം ആയിട്ട് ശിവലിംഗം ഉണ്ടാക്കി. കാശിയല്ലേ, അപ്പോൾ ശിവലിംഗം ആയിക്കോട്ടെ കരുതി ശിവലിംഗത്തിൻ്റെ ഒരു ആകൃതിയിൽ അദ്ദേഹം അങ്ങനെ ഉണ്ടാക്കി വെച്ചു. ഉണ്ടാക്കിയത് കഴിയാറാകുമ്പോഴാണ് കേരളത്തിൽ നിന്ന് 3 ബസ് കാശിക്ക് പോയതാണ്. അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇയാൾ സന്യാസി ശിവലിംഗം ഉണ്ടാക്കണതാണ് കണ്ടത്. അപ്പോൾ അയാൾ പറഞ്ഞത്, അവിടെ മുങ്ങുമ്പോഴേ ശിവലിംഗം ഉണ്ടാക്കിയിട്ട് വേണം, അപ്പോഴാ പുണ്യം കൂടുതൽ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടതും ഇവിടുന്ന് പോണവരൊക്കെ അവിടെ ഇറങ്ങി. ഇയാൾ കുളിക്കാൻ പോയതാ പാവം. അവരൊക്കെ കരയിൽ അവിടെ മണൽ കൊണ്ടുണ്ടാക്കി ശിവലിംഗം ഉണ്ടാക്കി. അങ്ങനെ അവർ ഉണ്ടാക്കി കഴിയാറാകുമ്പോഴേക്ക് തമിഴ്നാട്ടിൽ നിന്ന് 8 ബസ്സാണ് വന്നത്. പിന്നെ സംശയമില്ലല്ലോ. പിന്നെ എല്ലാവരും അപ്പോഴേക്കും പിന്നെ വാദ്യാരെത്തി, എങ്ങനെയാണ് ശിവലിംഗം ഉണ്ടാക്കേണ്ടത്, ഇടത്തോട്ടാണ് വാല്, എങ്ങനെയാണ്, അതാണ് വടക്കോട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അത് അതന്നെ ഒരു ഇതായി മാറി. ചുരുക്കം പറയാം, 10 മിനിറ്റ് കൊണ്ട് ഇയാൾ കുളി കഴിഞ്ഞ് കയറുമ്പോഴേക്കും 1000കണക്കിന് ശിവലിംഗങ്ങളാണ് അവിടെ ഉണ്ടായത്. അദ്ദേഹം തലയെ കൈവച്ച് പറയുകയാണ്, ഈ പൊട്ടന്മാരെ കൊണ്ട് തോറ്റല്ലോ ഈശ്വര, ഞാൻ ആ പാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശിവലിംഗം ഉണ്ടാക്കിയതാണ്, ഇവരിത് സകല ദിക്കിൽ ശിവലിംഗം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എന്ത് പറ്റി, എനിക്ക് ആകള ചെമ്പ് പാത്രം കൂടി പോയി കിട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ അവർ ശപിച്ചാൽ പോയി. അത്രയേ ഉള്ളൂ കഥ എന്ന് പറഞ്ഞ അർത്ഥം. ഇങ്ങനെയാണ് പലതും വരുന്നത്. ഇവിടെ അമ്പലത്തേക്ക് കയറി വരുമ്പോൾ ഒരാൾ മൂക്കുത്തി വീണു വിചാരിക്കുക, പിന്നെയുള്ളവരൊക്കെ എന്ത് ചെയ്യും, ഇവിടെ മുക്കണ്ണ അമ്പലത്തിൽ അങ്ങനെ മൂക്കുത്തി വീഴണം എന്ന് പറയും. അത്രയേ ഉള്ളൂ. അയാൾ അറിയാണ്ട് മൂക്കുത്തി വഴിക്ക് വീണത് എണ്ണയേറ്റും വെച്ചിട്ടുണ്ടാവും, അവിടെ വഴിക്ക് വീണു. എന്നിട്ട് പിന്നെയുള്ളവരൊക്കെ അങ്ങനെ വീഴന്നെ. അതെന്താ ചോദിക്കുക, എങ്ങനെയാണോ താൻ വീണത്? ഞാൻ ഇങ്ങനെ വീണ് പോയത്. എന്നാൽ അടുത്തുള്ള ആൾ ശ്രദ്ധിക്കുക, അതല്ലേ വേണ്ടത്. അത് ചോദിക്കും പറയണമൊന്നുമില്ല. പിന്നെ എങ്ങനെ, പിന്നെ അത് ആചാരമായി മാറും. പിന്നെ ബോർഡ് വരും, ഭക്തന്മാർ ശ്രദ്ധിക്കുക, ഇവിടേക്ക് ഒരു ബാധി മൂക്കുത്തി വീഴുക. ഇങ്ങനെയൊക്കെയാണ് പലതും വന്നത്. ചിരിക്കാൻ പറയണതല്ല. പല ദിക്കിലും അന്വേഷിച്ച് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്നും അങ്ങനെ ആചാരമായി, പിന്നെ അതായി അത് വന്നു. ഇങ്ങനെ എന്തെല്ലാം അനാചാരം നമുക്കുണ്ടായിട്ടുണ്ട്. ആചാരം എന്ന് പറഞ്ഞാൽ ശരിയാണ്, നല്ല കാര്യമാണ്. അത് സദാചാരമാണെങ്കിൽ നല്ലത്, അതുകൊണ്ട് ലോകത്തിന് ഉപകാരമാണെങ്കിൽ വളരെ നല്ലത്. ഒരാളെ വേദനിപ്പിച്ചും കൊണ്ടുള്ളൊരു ഒരു ആചാരം അതത്ര നല്ലതല്ല. അത് വേദം സമ്മതിക്കില്ല. മാ ഹിംസീ പുരുഷം ജഗത് എന്നാണ് വേദം പറയുക. ഒന്നിനെന്ത് ചെയ്യരുതേ, മനസ്സുകൊണ്ട് ദ്രോഹിക്കരുതേ. അല്ല, മനസ്സുകൊണ്ട് ദ്രോഹിക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ. ശരീരം കൊണ്ട് നമ്മൾ ദ്രോഹിച്ചേ പറ്റൂ, അല്ലേ? ശരീരം കൊണ്ട് ദ്രോഹിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. ശരീരം കൊണ്ട് നമുക്ക് ദ്രോഹിക്കേണ്ടി വരും. മനസ്സുകൊണ്ട് നടന്നു പോകുമ്പോൾ ജന്തുക്കളെ ചിലപ്പോൾ ചവിട്ടിപ്പോകില്ലേ? അവരൊരു ഭാഗത്ത് ഇരുന്നാലും പറ്റില്ല. സംസാരിക്കുമ്പോൾ എന്തൊക്കെ എത്ര ചെറിയ ചെറിയ അണുക്കൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. വെള്ളം തിളപ്പിക്കുമ്പോൾ എത്ര ജന്തുക്കൾ അതിൽ പോകുന്നുണ്ട്. ഇതൊക്കെ ഇല്ല. അത് കൊതു കടിക്കുമ്പോൾ അറിയാണ്ട് തട്ടിപ്പോകില്ലേ? അത് ചത്തു, അയ്യോ വിഷമായില്ലേ? അങ്ങനെയൊന്നും പറ്റില്ല ഇപ്പം. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ അതിനെ കൊല്ലണം ഒന്നും വിചാരിക്കുന്നില്ല. അതാണ് മനസ്സുകൊണ്ട് എന്ത് ചെയ്യണം, അത്രേ പറ്റുള്ളൂ. മനസ്സുകൊണ്ട് എന്ത് ചെയ്യേണ്ട, അഹിംസ വേണ്ട. ഏതായാലും ഇദ്ദേഹം അങ്ങനെയല്ല, അനവധി ജന്തുക്കളെ കൊന്നുകൊണ്ടാണ്. ഏതായാലും ഇദ്ദേഹത്തിന് സത്സംഗം തരായി നാരദ മഹർഷി അവിടേക്ക് വന്നു. ചോദിച്ചു, സുഖമല്ലേ ചോദിച്ചു. അദ്ദേഹം സത്യം പറഞ്ഞു, എന്ത് ഇവിടെ സുഖമൊന്നുമില്ല, പക്ഷെ അവിടെ. നാരദ മഹർഷി പറഞ്ഞു, ഇവിടെ ഉണ്ടെങ്കിലേ അവിടെ ഉണ്ടാവുള്ളൂ. തനിക്കിപ്പോൾ സുഖമാവുന്ന താൻ വിചാരിക്കുന്നത്. അവിടുത്തെ കഥ എന്താ ഞാൻ പറയട്ടെ, താനിന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞൊരു കണ്ണട ആര് കൊടുത്തു? നാരദ മഹർഷി. ഒരു കണ്ണടയെ കണ്ട് വെച്ച് നോക്കിയില്ലേ? കണ്ണട പറഞ്ഞ തൊട്ടു. ഞാൻ ദൃഷ്ടി കൊടുത്തതാണ്, അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ, നേരെ ആവട്ടെ കരുതിയിട്ട്. തെക്ക് ഭാഗത്തേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങോട്ട് നോക്കിയപ്പോഴാണ് ഇത്രയും കാലമായിട്ട് താൻ കൊന്ന ജന്തുക്കൾ മുഴുവൻ സ്വർണത്തിൻ്റെ ലോഹത്തിൻ്റെ കൊമ്പും കുളമ്പും വെച്ച് കാത്തിരിക്കുകയാണ്. ഇങ്ങോട്ട് വന്നിട്ട് വേണം അയാളെ അങ്ങോട്ട് തീർക്കാൻ എന്ന് പറഞ്ഞ് ആ ജന്തുക്കൾ മുഴുവൻ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് താൻ വലിയ പുണ്യകർമ്മം എന്നുള്ള മട്ടിൽ ചെയ്ത കർമ്മം ഇത്രയും മോശമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. കാൽക്കൽ വീണു. നേരെയാവാൻ എന്താ വഴി ചോദിച്ചു. എന്താ വഴി? കർമ്മഠന്മാരെ നേരെയാക്കാൻ വലിയ പ്രയാസമാണ്. കുറേ കർമ്മം ചെയ്ത് ശീലിച്ചവരെ നമുക്ക് തത്വോപദേശിച്ച് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തന്നെ ഇപ്പോൾ ഭാഗവത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ട് എന്ന് പറഞ്ഞ അർത്ഥം നമുക്ക് ജ്ഞാനത്തിനോട് താല്പര്യം ഉണ്ടെന്ന അർത്ഥം. ഇത് വീട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടായിക്കോളുന്നില്ല. ഇത് പോയി വീട്ടിൽ പറഞ്ഞു നോക്കൂ. ഓരോ കഥ നമുക്ക് വലിയ ഇഷ്ടപ്പെട്ട കഥ വീട്ടിൽ പോയിട്ട് പറഞ്ഞു നോക്കൂ. അവരെന്ത് പറയും? ഒന്ന് നിർത്തുക.
എന്തെങ്കിലും തരാം പ്ലീസ് എന്ന് പറയില്ലേ. നമ്മൾ ഇതെന്ത് എനിക്ക് വലിയ ഇഷ്ടമാണ്, ഇയാൾക്ക് എന്താ അയാൾക്ക് താല്പര്യമില്ല, അയാൾ ഇയർഫോൺ വെക്കും കുറച്ച് കഴിഞ്ഞാൽ. നമ്മൾ കേമായിട്ട് എങ്ങനെ പറയും അദ്ദേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും ഇത് പറ്റില്ല. അതാ പറയണത്, എല്ലാവർക്കും ഇത് സാധിക്കുന്ന വിഷയമല്ല. അപ്പം ജ്ഞാനെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റില്ല. സാത്വികമായ ആളുകൾക്ക് മാത്രമേ ജ്ഞാനത്തിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ. സാത്വിക ആധ്യാത്മികീ ശ്രദ്ധ, കർമ്മശ്രദ്ധ തു രാജസി. രജോ ഗുണക്കാർക്ക് ഭാഗവതം കേൾക്കാൻ പറ്റുന്നു തോന്നുന്നുണ്ടോ? 5 മിനിറ്റ് ഇരിക്കും, കഴിഞ്ഞാൽ പറയും ഇപ്പം വരാം, അത് പുറത്ത് പോയി അവിടെ എവിടെയെങ്കിലും ഇരിക്കും. ഇത് കേൾക്കാൻ പറ്റില്ല. അത് കുറ്റമൊന്നുമല്ല, അങ്ങനെയാണ്. അത് രജോ ഗുണത്തിൻ്റെ സ്വഭാവമാണ്. തമോ ഗുണം എന്ന് പറഞ്ഞാൽ പരദ്രോഹ, അവർ മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള ശ്രദ്ധയാണ് അവർക്ക് കൂടുക. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥ. അപ്പം അതുകൊണ്ട് സത്വഗുണമില്ലാത്ത അദ്ദേഹത്തിന് എങ്ങനെയാണ് അപ്പോൾ തത്വം ബോധിപ്പിക്കുക? വഴിയുണ്ട്. അദ്ദേഹം ഒന്ന് ഇരുന്ന് കിട്ടിയാൽ മതി. ഇവിടെ അതാണ് ബർഹിഷ്ഠൻ്റെ അവസ്ഥ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ തത്വം എങ്ങനെ മനസ്സിലാവും? എങ്ങനെ ഭാഗവതം മനസ്സിലാവും? കഥ കേൾക്കുമ്പോൾ രസം ഉണ്ടാവണമെങ്കിൽ ആദ്യം മുഷിഞ്ഞിരുന്ന് കേൾക്കണം നല്ലോണം. മുഷിഞ്ഞാണെങ്കിലും കേൾക്കും. ഒരു 10 പ്രാവശ്യം കൂടെ കേട്ടാൽ പിന്നെ ഭാഗവതം കേൾക്കുമ്പോഴുള്ള ആനന്ദം മനസ്സിലാവും. അവർക്കത് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ് നമ്മൾ പറയാണ്ടിരിക്കുന്നത് ശരിയാണോ? അതിപ്പോൾ എങ്ങനെ ഇരിക്കും? ഇപ്പം നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ അത് ചെയ്യലല്ലേ. ഇപ്പം മാഷ് ക്ലാസ് എടുക്കാൻ പോവുക, മാത്സാണ് മാഷ വിഷയം. മാഷ് ക്ലാസ്സിൽ പോയി മാത്സ് പഠിപ്പിക്കാണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും? അച്ഛമ്മ ചോദിച്ചു, എന്താ മാഷ ഒന്നും പഠിപ്പിക്കാത്തത്? കുട്ടികൾക്ക് മാത്സ് ഒന്നും മനസ്സിലാവില്ല എന്നാണ് പറയുന്നത് മാഷേ. അതുകൊണ്ട് ഞാൻ മലയാളം സെക്കൻഡ് പഠിപ്പിച്ചു, അതിന് വേറെ ആളുണ്ട് അല്ലേ? അതല്ലേ നമ്മൾ പറയാം. കുട്ടികൾക്ക് മനസ്സിലാവണില്ല പറഞ്ഞ് പഠിപ്പിക്കാണ്ടിരിക്കുകയാണോ? അവർക്ക് മനസ്സിലാവണ വിധത്തിൽ മെല്ലെ 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 ആയിട്ട് അങ്ങനെ 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 എത്തിക്കാനാണ് ഈ ശമ്പളം തരുന്നത് അല്ലേ? ആണെങ്കിൽ ഇങ്ങനെയാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയണം, വേണ്ടേ? അത് മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ സനാതന ധർമ്മം എന്നൊക്കെ പറയുന്നേ ഉള്ളൂ, ഇതൊന്നും ആവില്ല, നടക്കുക. അതാ പറയണത്. ഇത് നിലനിൽക്കണമെങ്കിൽ, ഈ ആശയൊന്നും ഉണ്ടാവണമെങ്കിൽ ഇത് പ്രചരിപ്പിക്കണം, ഇതങ്ങനെ നിൽക്കണം, ഇത് വെള്ളം ചേർക്കാണ്ട് നിൽക്കണം. ഇത് കുറേ വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ശരി എന്ത് തെറ്റെന്ന് അറിയാതെയാവും. അങ്ങനെ പോവാതെ കുറച്ച് ദിക്കിലെങ്കിലും നിൽക്കണം. എല്ലാ ദിക്കിലും നമുക്ക് പറ്റില്ല, എത്രയോ പല ദിക്കിലും മാറിപ്പോയി കഴിഞ്ഞു. എന്നാലും ചില ദിക്കിലെങ്കിലും കുറച്ച് പേരെങ്കിലും ഇങ്ങനെ വേണമെന്ന് പറയാനില്ലെങ്കിൽ കൈവിട്ടു പോകും, പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് വിഷയം. ഏതായാലും ബർഹിഷത്ത് കർമ്മഠൻ അദ്ദേഹത്തിന് നാരദ മഹർഷിയെ കാണാൻ സാധിച്ചു. നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒതുക്കി നിർത്താൻ പാകത്തിനൊരു കഥ പറഞ്ഞു. ആ കഥ ബ്രഹ്മതത്വം തന്നെയാണ് പറയുന്നത്. ഈശ്വരനെ ബോധിപ്പിച്ചു കൊടുക്കുകയാണ് കഥാരൂപത്തിൽ. ഭാഗവതം അങ്ങനെയാണ്. അവനവൻ്റെ കഥ പോലെ അല്ലെങ്കിൽ വേറൊരാളെ കഥ പോലെ പറയുന്നത് തൻ്റെ കഥ തന്നെയാണ്. പണ്ട് പുരഞ്ജൻ എന്ന് പറയട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു ബർഹിഷത്തെ. എന്താ പേര്? പുരഞ്ജൻ. അതാണ് പുരഞ്ജനോപാഖ്യാനം എന്ന് പറയുന്നത്. അങ്ങയുടെ ഹോബി യാഗം ചെയ്യലാണെങ്കിൽ ഇയാളുടെ ഹോബി വീട് വയ്ക്കലാണ്. ഓരോരുത്തർക്കും ഓരോ ഭ്രമം. ആദ്യമൊക്കെ അനവധി തൂണുള്ള കൊട്ടാരമായിരുന്നു താമസം അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഇപ്പം അതല്ല, ഇപ്പം അയാൾക്ക് 2 തൂണുള്ള കൊട്ടാരം വേണമെന്ന മോഹം. അങ്ങനെ അദ്ദേഹം തൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ സഞ്ചരിക്കേ. ആരാ കൂട്ടുകാരൻ? പേരറിയില്ല, പലരും പല പേരും വിളിക്കും. ഈ പറയണതൊക്കെ ഓർത്ത് വയ്ക്കണം കേട്ടോ, ഓരോന്നോരോന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കണം. പേരറിയാത്ത കൂട്ടുകാരൻ്റെ കൂടെയാണ് നടത്തം. ഒരിക്കലെന്ത് പറ്റിച്ചാൽ ആ കൂട്ടുകാരൻ്റെ കൈ പിടിച്ചങ്ങനെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം മനസ്സിൽ കണ്ട ആ കൊട്ടാരം ശരിക്കും കണ്ടു. 2 തൂണുള്ള കൊട്ടാരം, 9 കവാടങ്ങൾ. 9 കവാടം എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും ആ കൊട്ടാരത്തിൻ്റെ കഥ? കൊത്തളങ്ങൾ, ക്രീഡാശാല, പാഠശാല, ഉദ്യാനം, മനോഹരമായ കൊട്ടാരം. അത് കണ്ട് അദ്ദേഹം ഭ്രമിച്ചു. തൻ്റെ കൂട്ടുകാരനെ തട്ടിമാറ്റി അദ്ദേഹം കണ്ടുപോയി. ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, പോവല്ലേ, അത് പെടുട്ടോ, ബുദ്ധിമുട്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. ആര് കേൾക്കണു? ആ കൂട്ടുകാരനെ തട്ടിമാറ്റി അവൻ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. അന്ന് തുടങ്ങിയതാണ് ദുരിതം. അയാൾ അറിഞ്ഞില്ല, അയാളത് കേമാവുന്നാണ് വിചാരിച്ചത്. പക്ഷേ അധപ്പതനം ഉണ്ടായത്. ആ കൊട്ടാരത്തിൽ ആരെ കണ്ടു? കൊട്ടാരത്തിൽ അതിസുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ. അപ്പോൾ തന്നെ മനസ്സിലാക്കി അവളുടെയാണ് ഈ കൊട്ടാരം എന്ന്. അവളുടെ കയ്യിലാണെങ്കിൽ ഒരു പാമ്പ്, അതിന് 5 തല. അത് കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് ഞെട്ടി. അടുത്ത് വന്ന് ചോദിച്ചു, നിൻ്റെ പേരെന്താ എന്താന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ പേരെന്താ ചോദിക്കേണ്ട, എനിക്കറിയില്ല, അച്ഛനും അമ്മയും അതറിയില്ല, കൊട്ടാരം എൻ്റെയാണ്, മതി. നമുക്കിപ്പോൾ അതല്ലേ അറിയണ്ടു. അപ്പോൾ ഇവളെ കല്യാണം കഴിച്ചാൽ കൊട്ടാരം ആരുടെയാവും? തൻ്റെ ആവുമല്ലോ. ഈ പാമ്പെന്താ കയ്യിൽ ചോദിച്ചു. ആ പാമ്പ് എന്താ വെച്ചാൽ ഈ കൊട്ടാരത്തിന് കാവൽ നിൽക്കലാണ് ഈ പാമ്പിൻ്റെ പണി. രാത്രി ആയാൽ എന്ത് ചെയ്യും? ഈ കൊട്ടാരത്തെ സംരക്ഷിക്കും. ശരി, അദ്ദേഹം ചോദിച്ചു, നീ എന്നെ വിവാഹം കഴിക്കുമോ? ഞാൻ നിന്നെ വിവാഹം കഴിക്കട്ടെ. എന്തിനാ? ഈ കൊട്ടാരത്തോടുള്ള ഭ്രമം കൊണ്ട്. അവൾ ചോദിച്ചു, അങ്ങേക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ? ചോദിച്ചു. ലഗേജ് ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ വയ്യ. അപ്പോൾ ഇല്ല പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ താമസിക്കാം. പക്ഷേ കണ്ടീഷൻ, എൻ്റെ വീടാണെന്നുള്ളത് മറക്കണ്ട, എന്നോട് പറയാണ്ട് എവിടെയും പോകാൻ പാടില്ല. സമ്മതമാണോ? ശരി, ഏറ്റു. എന്നാലും ഈ സൗകര്യമൊക്കെ അനുഭവിക്കാമല്ലോ, എൻ്റെ ഭാര്യയല്ലേ, കൊട്ടാരം തൻ്റെ തന്നെയല്ലേ എന്നുള്ള മട്ടിൽ അദ്ദേഹം കണക്കാക്കി. അങ്ങനെ അവളുടെ കൂടെ അവിടെ താമസിച്ചു. ആദ്യമൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല.
അല്ലെങ്കിലും കനിയിലെ കല്യാണം കഴിഞ്ഞാൽ ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. ആദ്യത്തെ ഒരു വർഷം ഭർത്താവ് പറയണതൊക്കെ ഭാര്യ കേൾക്കും എന്നാണ് പറയുക. രണ്ടാമത്തെ വർഷം ഭാര്യ പറയണതൊക്കെ ഭർത്താവ് കേൾക്കും. പിന്നെയുള്ള വർഷങ്ങളൊക്കെ ഭാര്യയും ഭർത്താവും കൂടിയും പറയുന്നത് നാട്ടുകാർ കേൾക്കും. അപ്പോൾ ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്തൊക്കെ അവൾ ചെയ്യണോ അതൊക്കെ ഇയാളും ചെയ്യും. അവൾ വെള്ളം കുടിക്കുമ്പോൾ ഇയാളും വെള്ളം കുടിക്കും, അവൾ ഓടുമ്പോൾ ഇയാൾ ഓടും. എന്തിനാ ഓടുന്നു ചോദിച്ചാൽ ഇനി അവളെ ഇറക്കി വിടണ്ട, എന്താ അപ്പോൾ അവൾക്ക് ഇഷ്ടാവുക നിശ്ചയില്ല. അതുകൊണ്ടൊന്നും ഇങ്ങനെ ആ കൊട്ടാരത്തിനോടുള്ള ഭ്രമം കൊണ്ട് എന്തും ചെയ്യും എന്നുള്ള അവസ്ഥയായി. അവൾ പാടുമ്പോൾ ഇയാളും പാടും, അവിടെ ബുദ്ധിമുട്ട്. ഇയാൾ പാടുമ്പോൾ നാട്ടുകാർക്ക് ഉപദ്രവമുണ്ട്, ഒന്നും നോക്കണ്ടേ, അതില്ല. അവൾ പാടുമ്പോൾ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് പാടും. ഇങ്ങനെ കഴിഞ്ഞു. ഒരിക്കലും എന്ത് പറ്റിച്ചാൽ അവളോട് പറയാണ്ട നായാട്ടിന് പോയി. തിരിച്ചു വന്നപ്പോഴേക്ക് ഇവളെ കാണുന്നില്ല. ദാസിമാരോട് ചോദിച്ചു എവിടെ പോയി പത്നിന്ന്. അവർ പറഞ്ഞു ക്രോധാകാരത്തിൽ പോയിന്ന്. ക്രോധാകാരം എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ പോയിരിക്കാനുള്ള സ്ഥലം. നമ്മൾ ഉണയിക്കാറായി അവിടെ പോയിരിക്കണില്ലേ. ഇങ്ങനെ ദേഷ്യം വന്നിരിക്കുക ഒരു സ്ഥലം ഉണ്ടാക്കണം പറ്റിച്ചാൽ. എന്നാൽ സൗകര്യമുണ്ട് അല്ലേ, നമുക്ക് മനസ്സിലാക്കാം. ദേഷ്യത്തിലാണ് ഇപ്പോൾ നിങ്ങളിങ്ങനെ ഇതിലാരാ ദേഷ്യം പിടിച്ചിരിക്കുക എനിക്ക് മനസ്സിലാവുമോ. നേരെ മറിച്ച് ആ മുറിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ദേഷ്യമായിട്ടിരിക്കുക. ഇനി ഒരു പറമ്പായാലും മതി, അവിടെ അങ്ങനെ ഇരിക്കും, ദേഷ്യമായിട്ടിരിക്കുക മനസ്സിലാക്കാം. പണ്ട് അങ്ങനെ സൗകര്യമുണ്ട് കൊട്ടാരത്തിൽ, ദേഷ്യം വന്നിരിക്കുക സ്ഥലം. അതിൻ്റെ പേരാണ് ക്രോധപ്പര, ആണ് ക്രോധാകാരം. പണ്ട് കൈകേയി പോയിരുന്നുണ്ട്, രാമായണത്തിൽ വായിച്ചില്ലേ. അപ്പോൾ ക്രോധാകാരത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്ക് രാജാവിന് മനസ്സിലായി, ദേഷ്യത്തിലാണ്, എന്താ അപ്പം കാരണമാവോ, നിശ്ചല്യ, എന്തായാലും ഇപ്പം അനുനയിപ്പിക്കണ്ടേ. രാജാവ് നേരെ ഭീമയെ പോയി 2 നെക്ലേസ് വാങ്ങി, കല്യാൺ സിൽക്സ് പോയി 2 പട്ടുസാരി, എന്താ അപ്പോൾ നമുക്ക് ഇഷ്ടാവോ നിശ്ചയമല്ലോ. അങ്ങനെ എന്തൊക്കെയോ വാങ്ങി അദ്ദേഹം അങ്ങോട്ട് ചെന്നു, കാൽക്കലം അങ്ങോട്ട് വെച്ചു. എന്താ വിഷമിച്ചാൽ പറയൂ, എന്നോട് ഇങ്ങനെ തെറ്റിരിക്കണമെന്നില്ല, മിണ്ടാണ്ടിരുന്നാൽ പരിഹാരമാവോ, കാര്യം പറയൂ. ഇവള് മിണ്ടണില്ല. അവസാനം അദ്ദേഹം കാല് പിടിച്ച് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, അങ്ങ് എന്നോട് പറയാണ്ട് നായാട്ടിന് പോയില്ലേ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതാണോ അപ്പോൾ അത്ര വലിയ കാര്യം, ശരി ഇനി ഞാൻ ആവർത്തിക്കില്ല കേട്ടോ, ഇനി നിന്നോട് പറയാണ്ട് എവിടെയും പോവില്ല എന്നൊക്കെ പറഞ്ഞു. അവളത് വിശ്വസിച്ചു. പക്ഷെ രാജാവ് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഇവളെ അറിയാണ്ട് അങ്ങോട്ട് പോകും, നായാട്ടിന് പോവും. നായാട്ടിന് പോയിട്ട് അയാൾ പിന്നെ പറയാണ്ടേ വന്നത് മറന്നു പോകും. നായാട്ടിന് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇയാൾ സ്റ്റാറ്റസ് ഇടും. അത് അപ്പോൾ തന്നെ ഉച്ചയ്ക്ക് തന്നെ ഭാര്യ കാണും. അത് കഴിഞ്ഞ് വൈകുന്നേരം എത്തുമ്പോൾ വീണ്ടും ചണ്ട. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് അബദ്ധം പറ്റാറുണ്ടായിരുന്നു എന്നും പറഞ്ഞു. രാജാവല്ലേ, അപ്പം ശത്രുക്കളൊക്കെ ഉണ്ടാവില്ലേ. ഇയാൾക്കുണ്ടായിരുന്നു പ്രബലനായ ഒരു ശത്രു, പേര് ചണ്ടവേഗൻ. എന്താ പേര്? ഇയാളുടെ പേരെന്തായിരുന്നു? മറന്നില്ല. അപ്പം ചണ്ടവേഗൻ എന്നാണ് ശത്രുവിൻ്റെ പേര്. ചണ്ടവേഗൻ ഒറ്റയ്ക്കല്ല വന്നത്, 365 കറുത്ത പട്ടാളക്കാരും 365 വെളുത്ത പട്ടാളക്കാരും. എത്ര? 365 കറുത്ത പട്ടാളക്കാരും 365 വെളുത്ത പട്ടാളക്കാരുമായിട്ട് ചണ്ടവേഗം വന്നു. ഈ കൊട്ടാരം അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. ഇദ്ദേഹം ആദ്യം ശ്രദ്ധിച്ചില്ല. അദ്ദേഹം പുരഞ്ജനിയോട് വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ തൻ്റെ തടിമ്പ് കുടുങ്ങിയപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത്, ഈശ്വര കൊട്ടാരം ആക്രമിക്കാൻ തുടങ്ങി. അദ്ദേഹം പോയിട്ട് ചെയ്യാൻ അത് പറ്റുന്നത് പോലെയൊക്കെ കൊട്ടാരത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഇഷ്ടിക വീഴുമ്പോൾ ഇഷ്ടിക കൊണ്ടയ്ക്കും, എടുത്ത് വയ്ക്കും. പെയിൻറ്റ് പോകുമ്പോൾ പെയിൻ്റ് അടിക്കും. അങ്ങനെ അദ്ദേഹം വൈറ്റ് വാഷല്ല ബ്ലാക്ക് വാഷാണ് എന്തായാലും. അങ്ങനെയൊക്കെ അദ്ദേഹം തൻ്റെ ആ കൊട്ടാരത്തെ രക്ഷിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാധിക്കുന്നില്ല. അവസാന ശത്രുക്കൾ വന്ന് കൊണ്ടുപോയി. അവസാന കാലത്ത് അദ്ദേഹം ഒരു കല്യാണം കൂടി കഴിച്ചു. 75-ാം വയസ്സിൽ ഒരു കല്യാണം. അത് ഇഷ്ടപ്പെട്ട് കഴിച്ചതൊന്നല്ല, ഇങ്ങോട്ട് വന്നതാ ആ കുട്ടി. പേരെന്താ? കാലകന്യ. എന്താണ്? കാലൻ്റെ മകളാ. ആരെങ്കിലും കാലൻ്റെ മകളെയൊക്കെ കല്യാണം കഴിക്കുമോ? കാലൻ്റെ മകളെ കഴിച്ചാൽ എന്താ കുഴപ്പം വെച്ചാൽ വിരുന്നിന് വരുമാര് അമ്മായിച്ച കാലം വീട്ടിലേക്ക് വരില്ലേ, ആർക്കാപ്പത് ഇഷ്ടം. അങ്ങനെ ഇദ്ദേഹത്തെ കാലകന്യ ഇങ്ങോട്ട് വന്ന് കഴുത്തിൽ മാലട്ടു, ഭർത്താവാക്കി. അതോടുകൂടി ഓർമ്മ നഷ്ടപ്പെട്ടു. ആകെ ഓർമ്മ പുരഞ്ജനിയെ മാത്രമേ ഉള്ളൂ, പഴയ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. ആ കാലത്ത് ആ കല്യാണം കഴിഞ്ഞ് അങ്ങനെ പള്ളിക്കലും പോയതും വർത്തമാനം പറഞ്ഞതും ചിരിച്ചതും കളിച്ചതൊക്കെ ഓർമ്മയുള്ളൂ, വേറെ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ തന്നെ പുരഞ്ജനി എന്ന് വിളിച്ച് അദ്ദേഹം കഴിക്കുകയാണ്. ഒരു ദിവസം അങ്ങോട്ട് മരിച്ചു. അപ്പോഴും എന്താ വിളിച്ചത്? പുരഞ്ജനി എന്നും പറഞ്ഞ അങ്ങോട്ട് നാരായണനാണ് വിളിക്കേണ്ടത്. അവസാനെങ്കിലും നാരായണനാണ് വിളിക്കേണ്ടത്. പക്ഷേ എന്തു ചെയ്യാം, ഇന്ദ്രിയങ്ങളൊക്കെ പ്രബലമായപ്പം താൻ അകത്താക്കിയത് പുരഞ്ജനിയെ ആയതുകൊണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ ക്ഷീണിച്ച സമയത്ത് പുറമേക്ക് തെറ്റി വന്നത് പുരഞ്ജനിയാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ പ്രബലമാകുമ്പം ഭാഗവതം വായിക്കുക, ഈശ്വരാന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ കൺട്രോളിലല്ലാണ്ടാവും മനസ്സും ശരീരവും. അപ്പോഴെന്ത് പുറമേക്ക് വരും? നാരായണ നാരായണ എന്നറിയാണ്ട് പുറമേക്ക് വരും. അത് വരണമെങ്കിൽ എന്ത് വേണം? അതിനുവേണ്ടി ഇപ്പം ശ്രമിക്കണം എന്നാണ് താല്പര്യം. ഏതായാലും അദ്ദേഹം അടുത്ത ജന്മത്തിൽ സ്ത്രീയായിട്ട് ജനിച്ചു, സ്ത്രീയെ വിചാരിച്ച് മരിച്ചതുകൊണ്ട്. പക്ഷെ ഭാഗ്യം എന്താ ചോദിച്ചാൽ നല്ലൊരു ഭക്തൻ്റെ ഭാര്യയാവാൻ പറ്റി. ഭർത്താവിൻ്റെ പേര് മലയധ്വജൻ, നല്ല ഭക്തനാണ്, രാജാവാണ്. അയാളെ വിവാഹം കഴിക്കാൻ പറ്റി, സത്സംഗം തരായി എന്നർത്ഥം. കുറച്ച് മക്കളൊക്കെ ഉണ്ടായി, അവർക്കൊക്കെ അത്യാവശ്യം പ്രാപ്തിയായപ്പം അദ്ദേഹം നാട് വിട്ട് കാട്ടിലേക്ക് പോകുകയെന്ന് പറഞ്ഞപ്പോൾ ഇവളും കൂടെ പോയി. ഞാനും വരാം, അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല, അങ്ങ് ഈശ്വര എന്നുള്ള വിചാരത്തിൽ പോകുമല്ലേ, ഞാനും കൂടെ ഉണ്ടാവാം, അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല, ഞാനും നാമം ജപിച്ചിരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഇവളും കൂടെ പോയി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം യോഗമാർഗത്തിൽ തൻ്റെ ദേഹം അങ്ങോട്ട് ത്യജിച്ചു.
അദ്ദേഹം അങ്ങോട്ട് മരിച്ചപ്പോൾ ഇവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു വിഷമം, കരയാൻ തുടങ്ങി. അപ്പോൾ അവിടേക്ക് ആര് വന്നു? ആ കൂട്ടുകാരൻ വന്നു. ഏത് കൂട്ടുകാരൻ? പണ്ടത്തെ കൂട്ടുകാരൻ, കൈ വിട്ട് ഓടിയില്ലേ. അദ്ദേഹം കുറേ നോക്കി ഇങ്ങോട്ട് വരുമെന്ന്, വരില്ല മനസ്സിലായപ്പോൾ അദ്ദേഹം തന്നെ ആശ്വസിപ്പിക്കാനായിട്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, നീ ആര്? അദ്ദേഹത്തിന് അറിയാനിട്ടല്ല, ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ആര്? അപ്പം അവൾ പറഞ്ഞു, ഞാൻ ആരാ ചോദിച്ചാൽ ഞാൻ ഈ മലയദ്വസിൻ്റെ ഭാര്യയാണ്. അപ്പം നീ സ്ത്രീയാ? നീ സ്ത്രീയാണോ എന്നങ്ങോട്ട് ചോദിച്ചപ്പോഴേക്കും പൂർവ്വജന്മ ഓർമ്മ വന്നു. അയ്യോ അല്ലല്ല, ഞാൻ പുരുഷനാ, ഞാൻ പുരഞ്ജനാ, പുരഞ്ജനയുടെ ഭർത്താവാ. നീ പുരുഷനാ? നീ എന്നെ ഓർക്കണുണ്ടോ? അവിജ്ഞാത സഖം സഖേ, ഈ കൂട്ടുകാരനെ നീ മറന്നുവോ? എൻ്റെ മുഖത്തേക്ക് നല്ലോണം നോക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ആ കൂട്ടുകാരനാ. നീ അന്ന് എൻ്റെ കൈ വിട്ട് ഓടി അന്ന് മുതലല്ല നീ ഇങ്ങനെ ക്ഷീണിക്കാൻ തുടങ്ങിയത്. എന്നെ നോക്ക്, നീ ഒരു കുഴപ്പമില്ല, ആ സമാധാനത്തിന് ഒരു കുഴപ്പമില്ല, നീയോ ആകെ മാറിപ്പോയില്ലേ. നമ്മൾ രണ്ടുപേരും ആ മാനസ സരസിലെ ഹംസങ്ങളല്ലടോ. ശരിക്കും പറഞ്ഞാൽ ഒന്നാലോചിച്ചാൽ നീയും ഞാനും രണ്ടല്ല ഒന്നല്ലേ എന്നങ്ങോട്ട് പറയലും അത് ഉള്ളിൽ തട്ടിയാണ്. ശരിയാണല്ലോ എന്ന് തോന്നി. രണ്ടുപേരും കൂടി അങ്ങോട്ട് ഒന്നായി മാറി. ഒരരയന്നം നീന്തി അങ്ങോട്ട് പോയി മാനസ സരസിലൂടെ. ഇതാണ് പുരഞ്ജനോപാഖ്യാനം. ബരീക്ഷത്തെ അങ്ങനെ കഥ മനസ്സിലായോ ചോദിച്ചു. ബരീക്ഷത്ത് സത്യം പറഞ്ഞു, എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഈ കഥ കേൾക്കണതിൻ്റെ മുന്നേ ഒരു കഥ ഉണ്ടായിരുന്നു. കഥ കേട്ടപ്പോൾ ഉള്ള കഥയും കൂടി അങ്ങോട്ട് പോയി എന്നല്ലാതെ ഒരു സംഗതി മനസ്സിലായി. ഇതിപ്പോൾ ആധുനിക കവിത പോലെ എഴുതിയ ആളെന്നെ വന്ന് പറഞ്ഞു തരണം, അല്ലാണ്ട് അപ്പോൾ വായിക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു കഥ എന്നാൽ ഞാൻ പറയാം. ഈ കഥ ഒന്നും കൂടി പറയുകയാണ്. ഇത് ആരുടെങ്കിലും കഥയല്ല, തൻ്റെയും എൻ്റെയൊക്കെ കഥയാണ്. പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണ് അർത്ഥം. പുരഞ്ജനിപ്പിക്കുന്നവൻ ജീവനാണ്. നമ്മൾ ഈ ശരീരം നമ്മൾ ജനിപ്പിച്ചതാ. നമുക്ക് പാകത്തിനുള്ള ശരീരം കിട്ടിയത്, നമ്മുടെ കർമ്മത്തിനനുസരിച്ചുള്ള ശരീരം. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിയില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ അങ്ങനെയാണ്, അതിന് പാകത്തിനുള്ളതാണ്. അങ്ങനെയാണ് സകലാംഗരും വികലാംഗരും ഒക്കെ ഉണ്ടാവുന്നത് അങ്ങനെ തന്നെയാണ്. എന്ന് കരുതി സകലാംഗർ സുഖിച്ചിരിക്കണോ വികലാംഗർ ദുഃഖിച്ചിരിക്കണോ അർത്ഥമൊന്നുമില്ലേ. അംഗത്തിന് ചില പ്രശ്നം വെച്ചിട്ട് ദുഃഖിച്ചോളണമെന്നൊന്നുമില്ല, അത് വേറെ വിഷയം. അവനവൻ്റെ കർമ്മത്തിൻ്റെ ഫലത്തിനനുസരിച്ചാണ്. പുരഞ്ജനിപ്പിക്കുക പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ പുണ്യം കുറയുമ്പം അനവധി കാലുകൾ ജന്തുക്കിയായിട്ട് ജനിക്കുക. പിന്നെ പുണ്യം കൂടി വരുമ്പോൾ ഒന്നും കൂടി നല്ല സാഹചര്യം, കുറച്ചുകൂടി വിചാരം ചെയ്യാനുള്ള കഴിവ്. അങ്ങനെയാണ് 2 തൂണുള്ള കൊട്ടാരം, അതാണ് മനുഷ്യ ശരീരം. 9 ദ്വാരങ്ങളാണ് ഈ മനുഷ്യ ശരീരത്തിന്. അങ്ങനെ ഒരു മനുഷ്യ ശരീരം ആർക്ക് കിട്ടി? ഒരു ജീവന് ലഭിച്ചു. കൂടെ ആരുണ്ട്? ഈശ്വരനുണ്ട്. ഈശ്വരൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളത് മറക്കും. ഈശ്വരനെ മറന്ന് ആ ശരീരത്തിൽ ഭ്രമിച്ചു. എന്താണ്? ഭഗവാനെ മറന്ന് ശരീരത്തിൽ ഭ്രമിച്ചു എന്നാണ്. ആ കൊട്ടാരം കെട്ടി ഭഗവാനെ വിട്ട് കൂട്ടുകാരനെ വിട്ട് താമസിച്ചു എന്ന് പറഞ്ഞതിൻ്റെ സാരം. ശരീരത്തിൻ്റെ ശരിക്കുള്ള ഉടമസ്ഥൻ ആരാ? അത് മനസ്സാണ്. അതാണ് സുന്ദരി. സുന്ദരി എന്ന് പറയാൻ കാരണം നല്ല മനസ്സ്, നല്ല സൗന്ദര്യമാണ് മനസ്സിന്. അവളുടെ അടിമയാണ് നമ്മളൊക്കെ. ആ കൊട്ടാരത്തിൽ ഭ്രമം വെച്ചാൽ, ആ ശരീരത്തിൽ ഭ്രമം വെച്ചാൽ പിന്നെ മനസ്സ് പറയുന്നത് കേട്ടേ പറ്റൂ. മനസ്സാ തീരുമാനിക്കുകയൊക്കെ. മനസ്സ് പറയും 4:45 ഇല്ല 4:30 4:15 എത്രയാ 4:20 ദേഹം നിർത്തണില്ല, നമുക്ക് പോയി ചായ കുടിച്ചാലോ എന്ന് മനസ്സ് പറയും ആദ്യം. എന്നിട്ട് നമ്മൾ എണീക്കുള്ളൂ അല്ലേ? ആദ്യം നമ്മൾ എണീക്കുമോ? അങ്ങനെയില്ല. അപ്പോൾ ആദ്യം മനസ്സാ പറയുക. അതാണ് പുരഞ്ജനി ചെയ്യും. പുരഞ്ജനി ചായ കുടിച്ചു, ഇയാളും ചായ കുടിച്ചു. പുരഞ്ജനി എണീറ്റു, ദേഹം എണീറ്റു. പുരഞ്ജനി ഓടി, ദേഹം ഓടി. പുരഞ്ജനി പാട്ട് പാടി എന്ന് പറഞ്ഞാൽ പാട്ട് പാടാൻ ഉള്ളിൽ തോന്നി, അപ്പം പാട്ട് പാടി. ഒക്കെ ആദ്യം മനസ്സിലല്ലേ? അതാണ് പുരഞ്ജനിക്ക് അടിമപ്പെട്ടും കൊണ്ട് കഴിഞ്ഞു. അങ്ങനെ കഴിയാൻ കാരണം ശരീരത്തിനോടുള്ള ഭ്രമം കൊണ്ട്, അതിനോടുള്ള അമിതമായ ഭ്രമം കൊണ്ട്. എന്നിട്ട് ഉണ്ടായി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നായാട്ടിന് പോയില്ലേ? നായാട്ടിന് പോകുമ്പോൾ പറഞ്ഞാൽ അവിടെ ബുദ്ധിക്ക് വലിയ സ്ഥാനമില്ലല്ലോ. നായാട്ടിന് പോകുമ്പോൾ പറഞ്ഞാൽ ബുദ്ധിക്ക് നിരക്കാത്തതൊക്കെ കാണും. നമുക്കൊരു യുക്തി ഇല്ലാത്ത കാര്യമാണ് സ്വപ്നം. സ്വപ്നം കണ്ടാൽ നമുക്കിപ്പോൾ അതിന് യുക്തി പറയാൻ പറ്റും. എന്ത് സ്വപ്നം കാണാൻ കാരണം? എത്ര നേരം കണ്ടു? അത് പറയാൻ പറ്റില്ല. സ്വപ്നത്തിൽ വേറെ സമയമാണ്, ഈ സമയമല്ല. സ്വപ്നത്തിൽ നമ്മൾ ചിലപ്പോൾ 2-3 ജന്മമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. സ്വപ്നേ ഉണർന്നപ്പോഴോ 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ 10 മിനിറ്റ് കൊണ്ട് ഇത്രയൊക്കെ കണ്ടു. അതെങ്ങനെ? ചിലപ്പോൾ തിരിച്ചുകൊണ്ടാവും. സ്വപ്നം കണ്ടു, പെട്ടെന്ന് ചെറിയൊരു സ്വപ്നം, ഉണർന്നപ്പോഴേക്ക് 6 മണിക്കൂർ പോയി. അങ്ങനെയും കണ്ടു. ഇതിനൊന്നും ഉത്തരമില്ല. അതാണ് അങ്കലാപ്പ്. സ്വപ്നത്തെ കണ്ടതാണോ ശരി, ഇപ്പോഴുള്ളതാണോ ശരി അറിയായ, അതാണ് അവർ തമ്മിലുള്ള കലഹമായിട്ട് പറഞ്ഞത്. പുരഞ്ജനിയും പുരഞ്ജനും തമ്മിലുള്ള കലഹം. പുരഞ്ജനിയുടെ കയ്യിൽ പാമ്പുണ്ട് പറഞ്ഞു. പാമ്പ് പ്രാണനാണ്. പരീക്ഷത്തെ നമ്മുടെ ശരീരം ആകുന്ന കൊട്ടാരത്തെ രക്ഷിക്കുന്നത് ആരാ? ICU പോയി നോക്കൂ, വെന്റിലേറ്ററൊക്കെ ഒന്ന് പോയി കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് പ്രാണൻ. അത് ഒന്നേ ഉള്ളെങ്കിലും 5 എണ്ണമായിട്ടാണ് പറയുക, പല ദിക്കിലിരിക്കുന്നത് കൊണ്ട്. അതാണ് ഒരു പാമ്പ് 5 തല എന്ന് പറഞ്ഞു.
പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. അവസാനം ഈ പ്രാണൻ പുറമേക്ക് ചാടി രക്ഷപ്പെടുക ചെയ്യുക. അതാണ് കാറ്റ് പോയി എന്നാണ് പറയുക. ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ ഈ കാറ്റ് പുറമേക്ക് പോകും. അതോടുകൂടി ശരീരം നിന്നു. ആ കൊട്ടാരത്തെ രക്ഷിക്കാൻ അതാവും പോലെ ശ്രമിക്കും. അതാണ് പ്രാണൻ. പ്രാണനും മനസ്സ് ഒരുമിച്ചാന്ന് കാണിക്കാനാണ് മനസ്സിൻ്റെ കൂടെ തന്നെയാണ് ആരുള്ളത്? ആ പ്രാണൻ ആ സുന്ദരിയുടെ കൂടെ തന്നെയാണ് പറഞ്ഞത്. പ്രധാനമായിട്ടുള്ള ശത്രു ഉണ്ട് പറഞ്ഞു, ചണ്ടവേഗൻ. ചണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരം, വേഗം എന്ന് പറഞ്ഞാൽ സ്പീഡ്. വളരെ വേഗത്തിൽ പോണത് ആരാ? കാലം എന്നാണ് താല്പര്യം. നമ്മുടെയൊക്കെ പ്രധാന ശത്രു ആരാ? സമയം. കാത്തിരിക്കണില്ല, പോയിക്കൊണ്ടിരിക്കുക. ഒന്ന് പോസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് ഈ മുടി നരയ്ക്കാണ്ടിരിക്കുകയായിരുന്നു, തോലൊന്ന് ചുളിയാണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് നിർത്തി വയ്ക്കാൻ പറ്റിയിരുന്നത് എത്ര നന്നായി. സമയം, ആയുസ്, പ്രായമൊന്നും അല്ലേ, വയസ്സൊന്നും കൂടാണ്ടിരുന്നെങ്കിൽ 5 കൊല്ലം കൂടുമ്പോൾ ഒരു വയസ്സാവുള്ളൂ, എത്ര നന്നായിരുന്നു. ശരീരത്തിനും ആവണേ. അത് പറ്റുന്നില്ലല്ലോ. കാലം അങ്ങനെ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കല്ലേ. കൊട്ടാരത്തെ ആക്രമിച്ചില്ലേ, അതല്ലേ പ്രായമാവണത്, ക്ഷീണിക്കണത്. ഒറ്റയ്ക്കല്ല, 365 കറുത്ത പട്ടാളം രാത്രി. കൊല്ലത്തിൽ എത്ര ദിവസം? 360 ആണ്. 65 നല്ല ഭാഗവത്തിലെ കണക്ക്. അത് നമ്മളിപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ ഭാഗത്തിന് പറയാണ്. ഇംഗ്ലീഷ് മാസമാകുമ്പോൾ അങ്ങനെ പറയാണ്. 365 കറുത്ത പട്ടാളം എന്ന് പറഞ്ഞാൽ രാത്രി, 365 വെളുത്ത പട്ടാളം പകല്. ശരീരത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരം ഇങ്ങനെ, കൊട്ടാരം ഇഷ്ടിക വീഴുക പറഞ്ഞാൽ പല്ല് പോയി എന്നർത്ഥം. സംഭവിക്കുക, പോയി വെച്ചു, വേറെ ഒന്നും. എന്നിട്ട് ചിരിക്കും. എന്തൊരു സന്തോഷ, ചിരിച്ചു. ഇല്ലേ, എനിക്ക് പ്രായമായിട്ടൊന്നും ഇല്ലേ എന്ന് കാണിക്കുകയാണ്. കൊട്ടാരത്തിനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ്. അത് കഴിഞ്ഞ് മുടി നരച്ചു, അതാണ് പെയിൻറ്റ് പോയി എന്ന് പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്തു? വൈറ്റ് വാഷ് അല്ല, ബ്ലാക്ക് വാഷ് ചെയ്തു. എന്നിട്ട് കൊട്ടാരത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്. പിടിച്ചു നിർത്തിക്കോളൂ, അങ്ങനെയൊക്കെ പറ്റും പിടിച്ചു നിർത്താൻ. പക്ഷേ കാലകന്യ വന്ന് മാലട്ടാൽ പിന്നെ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുവരും പുരഞ്ജനം പിടിച്ചു നിന്നു. കാലകന്യ വന്ന് മാലട്ടപ്പോഴേക്ക് പിന്നെ ഓർമ്മ തന്നെ പോയി. അൽഷിമേഴ്സ്. ഒന്നും തൻ്റെ കയ്യിലല്ല, ഒന്നും ഓർമ്മയില്ല. പക്ഷെ അപ്പോഴും എന്തോ ഓർമ്മയുണ്ട്? പഴയത് ഓർമ്മയുണ്ട്. ആരെ ഓർമ്മയുണ്ട്? പുരഞ്ജനിയെ ഓർമ്മയുണ്ട്. ആ സമയത്ത് ഈശ്വരനെ വിചാരിച്ചിരുന്നെങ്കിൽ എന്തോ ഓർമ്മ ഉണ്ടാവുമായിരുന്നു? ഇപ്പം ഭഗവാനെ ഓർക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ചെയ്തില്ല. അത് നമുക്കുള്ള പാഠമാണ്. അതുകൊണ്ട് ഭഗവാനെ തന്നെ എപ്പോഴും ഭജിച്ചാൽ അവസാന നിമിഷം ഭഗവാനെ ഓർമ്മ വരും. പക്ഷെ അദ്ദേഹം മരിച്ചപ്പം അടുത്ത ജന്മത്തിൽ ഒരു മലയുദ്ധിച്ചൻ എന്ന് പറഞ്ഞ ഭക്തൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു. അതെങ്ങനെ? അതെന്താ ചോദിച്ചാൽ കുറച്ച് ദിവസം ആ കൂട്ടുകാരൻ്റെ കൈ പിടിച്ച് നടന്നില്ലേ, അയാളുടെ കാരുണ്യം. എന്താണ്? അപ്പോൾ നമ്മൾ ചോദിക്കുക, ഭാഗവതം അങ്ങനെ ഇരുന്ന് കുറച്ചു നേരം കേൾക്കാൻ പറ്റി, എന്തുകൊണ്ടാണ്? അത് ഭഗവാന്റെ കാരുണ്യം, അതുകൊണ്ട് പറ്റിയതാണ്. കുറേ പാപം ഞാൻ ചെയ്തിട്ടുണ്ട്, അതേ മനസ്സിലായി. എന്നാലും എന്തോ നന്മ എപ്പോഴൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നാണ്. ആർക്കൊക്കെയോ എന്തൊക്കെയോ സഹായമൊക്കെ ചെയ്തിട്ടുണ്ടാവണം, എന്തൊക്കെയോ നന്മ ചെയ്തിട്ടുണ്ട്, അവരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഇയാൾ നേരെ ആവട്ടെ, ഭഗവാൻ അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ആരൊക്കെയോ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, അച്ഛനമ്മമാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ സജ്ജനങ്ങളൊക്കെ, അവരുടെ കാരുണ്യം കൊണ്ട് അങ്ങനെ കണക്കാക്കിയാൽ മതി. ആ കൂട്ടുകാരൻ്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു അവസരം കിട്ടി, ഒരു ഭക്തനെ വിവാഹം കഴിക്കാൻ പറ്റി എന്ന് പറഞ്ഞ അർത്ഥം ഒരു ജീവന് സത്സംഗം ജീവിതത്തിൽ ലഭിച്ചു എന്നർത്ഥം. ആ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ലഭിച്ചു. അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടായി. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, പടിപടിയായിട്ട് ഉയരുകയാണ്, ഭഗവാനിലേക്ക് എത്തുകയാണ്. നല്ല ആധ്യാത്മിക അന്തരീക്ഷം, നല്ലൊരു കുലത്തിൽ. നല്ല കുലം എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ള കുലം എന്നല്ല, സംസ്കാരമുള്ള കുലം, സംസ്കാര സമ്പന്നരുടെ വീട്ടിൽ അനർത്ഥം. ശുചീനാം ശ്രീമതാംഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ ഗീതയിൽ പറയും. നല്ല ശുചി എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള വീട്ടിൽ ഭാഗവതമൊക്കെ പഠിക്കാനും കേൾക്കാനൊക്കെ പറ്റിയ സ്ഥലത്ത് ജനിക്കുക. അത് വലിയ കാര്യമല്ലേ? അല്ലേ? നമുക്ക് മോഹം ഉണ്ടായിട്ട് കാര്യമില്ല. അതിനുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ എന്ത് ചെയ്യും? എപ്പോഴും അവിടെ DJ ആണ്. നമുക്ക് ഭാഗവത ഇഷ്ടം എന്ന് പറഞ്ഞ കാര്യമില്ല, അതിൽ പറ്റണ്ടേ? എപ്പോഴും ശബ്ദം, ശബ്ദം മാത്രം, എപ്പോഴും ബുദ്ധിമുട്ട്. എന്ത് ചെയ്യും? പല അമ്മമാരുടെയും വിഷമ. തിരുമേനി ഇവിടെ നിന്ന് വായിക്കാൻ പറ്റില്ല. എന്താ കാരണം? ആ വീട്ടിൽ മുഴങ്ങുകയാണ്, മറ്റേ പേരക്കുട്ടി വെച്ചതാ. അതങ്ങനെ ഒന്നും പറ്റില്ല, പ്രഭാഷണം കേൾക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളിത് ആലോചിക്കും, എന്ത് ചെയ്യും? ഞാൻ വലിയ മോഹൻ്റെ അടുത്ത ജന്മത്തിൽ ചിലപ്പം ഏതെങ്കിലും ഇതിനൊക്കെ പറ്റി ഏതെങ്കിലും ഒരു ആശ്രമ അന്തരീക്ഷം. ചിലരുടെ വീടൊക്കെ തപോവനം പോലെ ഉണ്ടാവും, ആശ്രമം പോലുള്ള വീടുകളുണ്ട്, ഗൃഹസ്ഥന്മാരുടെ വീട്. പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിലൊന്നും പോകണ്ട, അത്രയ്ക്ക് പവിത്രമായ സ്ഥലം. എന്താ കാരണം? ഇതാണ് ഉള്ളിലെ ഭാവം, ഈശ്വര എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ജനിക്കാൻ സാധിക്കും. ഭാഗ്യല്ലേ? അനുകൂലമായ സാഹചര്യം ഭാഗ്യമല്ലേ? ഇതിലപ്പുറം എന്താ വേണ്ടത്? അങ്ങനെ ഒരു സ്ഥലത്ത് ജനിക്കാൻ പറ്റി, അങ്ങനെ വളർന്നു, ഭഗവാനെ കുറച്ചുകൂടി ഭജിക്കാനുള്ള അവസരം കിട്ടി, അങ്ങനെ ഉപാസിച്ചു. കുറച്ച് കഴിഞ്ഞ് എല്ലാം വിട്ട് കാട്ടിലേക്ക് ഭർത്താവ് പോയപ്പോൾ കൂടെ ചെന്നു. ശരീരത്തിനോടുള്ള അഭിമാനമാണ് ഒരാൾക്ക് കൂടുതലുണ്ടാവുക. അത് വിട്ടുപോകൽ അത്ര എളുപ്പമല്ല. കുറേശ്ശൊക്കെ കുറയ്ക്കാൻ പറ്റും. പൂർണ്ണമായിട്ട് പോകണമെങ്കിൽ ഭഗവാൻ തന്നെ വന്ന് ഉപദേശിക്കണം. അവിടെ ഭഗവാൻ തന്നെ വന്നു, ഗുരുനാഥൻ്റെ രൂപത്തിൽ, സദ്ഗുരുനാഥൻ്റെ രൂപത്തിൽ ഭഗവാൻ തന്നെ വന്ന് ഉപദേശം കൊടുക്കുകയാണ്.
ആ ഉപദേശമാണെന്ത്? നീ പുരുഷനല്ല, നീ സ്ത്രീയല്ല, നീ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല, നീയും ഞാനും രണ്ടല്ല. ജീവോ ബ്രഹ്മൈവ നാ അപര തത് ത്വമസി. നീ അന്വേഷിക്കുന്നത് പുറമെ എവിടെയല്ല, നിന്നിൽ തന്നെ. നിനക്ക് അനുഭവിക്കാൻ പറ്റാത്തത് അജ്ഞാനം കൊണ്ടാണ്, മറ കൊണ്ടാണ്, അഹന്ത മമത കൊണ്ടാണ്. അതങ്ങോട്ട് ഒഴിവാക്കൂ. അഹന്തി മമതി ഒഴിവാക്കിയാൽ നീയും ഞാനും ഒന്നാ. നീ ഞാനല്ലാത്തത് എന്താ ചോദിച്ചാൽ അഹന്തി മമതിയുള്ളതുകൊണ്ടാണ്. അതങ്ങോട്ട് മാറ്റി നോക്കൂ, നീയും ഞാനും ഒന്നായി. ഹം സഹ എന്നാണ് അരയന്നം. തിരിച്ചു പറഞ്ഞാൽ സഹ അഹം എന്നാണ്. സോഹം. സഹ പറഞ്ഞാൽ അവൻ എന്നർത്ഥം, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. അവനും ഞാനൊക്കെ ഒന്ന് തന്നെ എന്നറിയാൻ സാധിക്കും. തത് ത്വമസി. തത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നർത്ഥം. ആ ബ്രഹ്മം നിൻ്റെ ഉള്ളിലുള്ള ഞാൻ തന്നെയാണ്. ഞാൻ നമ്മളൊക്കെ പറയണില്ലേ? നമ്മളൊക്കെ എന്താ പറയാറ്? ആരാ ചോദിച്ചാൽ എന്താ ഉത്തരം? എന്താ പറയുക? ആരാ എന്താ പറയുക? ഞാനാന്നല്ലേ പറയുള്ളൂ. അതിപ്പോൾ എല്ലാവരും തന്നെയാണ് പറയുക. ഇരുട്ടൽ രണ്ടാൾ തമ്മിൽ കൂട്ടിമുട്ടി, രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു ആരാന്ന്. എന്താ ഉത്തരം പറഞ്ഞത്? ഞാനാ. എല്ലാവരിലും ഉണ്ട് ഈ ഞാൻ. എല്ലാ ജാതിക്കാരിലും, എല്ലാ മതക്കാരിലും, എല്ലാ മൃഗങ്ങളിലും ഉണ്ട്. അവർ ഞാൻ എന്ന് ചിലപ്പോൾ മലയാളത്തിൽ പറയണ്ടാവില്ലായിരിക്കും. നായയെ വാലെന്ന് ചവിട്ടി നോക്കും, നായ എന്താ പറയണത്? ഞാൻ അല്ലേ? അതിനൊക്കെ എന്തുണ്ട്? ഞാൻ എന്നുള്ളുണ്ട്. ഒരു വിത്ത് വിതച്ച് നോക്കും, അത് ഞാൻ എന്ന് പറയും. അതാ മുളയ്ക്കണത് ഞാൻ ഇല്ലേ? ഒരു പുഴു അനങ്ങണില്ലേ? എന്താ പറയണത്? അതെങ്ങട്ടാ ഈ അനങ്ങണത്? അവിടെ തിന്നാൽ പോരെ, ഇരിക്കില്ല. ഞാൻ എന്നാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അത് തന്നെയാണ് ഈശ്വരൻ, എല്ലാവരിലും ഉണ്ട്. പക്ഷേ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരനാണെന്ന് അറിയണില്ല എന്ന് മാത്രം. അതറിയാൻ ശ്രമിക്കൂ. ഒന്നല്ലാണ്ട് പലതില്ല, ഒന്നേ ഉള്ളൂ. അതാണ് രണ്ടും, ജീവനും ബ്രഹ്മവും ഐക്യം എന്നാണ്. തത്വമസി എന്ന് ഉപദേശിച്ചു, അഹം ബ്രഹ്മാസ്മി എന്ന് ബോധ്യം വന്നു, അനുഭൂതി വന്നു. അത് ഉപദേശിക്കുന്ന ആൾ യോഗ്യനാണെങ്കിൽ കേൾക്കുന്ന ആൾക്കത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കും. അത് സാധിച്ചു. ആ സമയത്ത് ആർക്ക് മനസ്സിലായി? ബർഹിഷത്തിനും കാര്യം മനസ്സിലായി. കർമ്മം ചെയ്യണത് ഞാനല്ല, ശരീരവും മനസ്സുമാണ്. അതിൻ്റെ ഫലം അനുഭവിക്കുന്നതും ശരീരവും മനസ്സും. ഞാനല്ല, പിന്നെന്താ ബുദ്ധിമുട്ട്? ഞാൻ ആരാണ്? ഞാൻ ബ്രഹ്മം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് എന്ന് മനസ്സിലായപ്പം പിന്നെ അദ്ദേഹത്തിന് ദുഃഖം ഇല്ലാതെയായി. അങ്ങനെ നാരദരുടെ കാരുണ്യം കൊണ്ട് ആ ജീവൻ ഉയർന്നു. അതാണ് കഥ. കസ്തൂരി തിലകം നാരായണം, കസ്തൂരി തിലകം നാരായണം, കമലനയനം നാരായണം, കമലനയനം നാരായണം, കമലനയനം നാരായണം, കമലനയനം നാരായണം, കസ്തൂരി തിലകം നാരായണം, കസ്തൂരി തിലകം നാരായണം, ഗുരുവായൂർപുര നാരായണം, ഗുരുവായൂർപുര നാരായണം, ഗുരുവായൂർപുര നാരായണം, ഗുരുവായൂർപുര നാരായണം, കലിയുഗ അവതാരം നാരായണം, കലിയുഗ അവതാരം നാരായണം, കലിയുഗ അവതാരം നാരായണം, കലിയുഗ അവതാരം നാരായണം, ഗോവിന്ദ ഗോവിന്ദ നാരായണം, ഗോവിന്ദ ഗോവിന്ദ നാരായണം, ഗോവിന്ദ ഗോവിന്ദ നാരായണം, ഗോവിന്ദ ഗോവിന്ദ നാരായണം, കസ്തൂരി തിലകം നാരായണം, കസ്തൂരി തിലകം നാരായണം, കമലനയനം നാരായണം, കമലനയനം നാരായണം, കസ്തൂരി തിലകം നാരായണം, കസ്തൂരി തിലകം നാരായണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.